ഹലോ മക്കളെ, വെൽക്കം ബാക്ക് ടു എ പ്ലസ് അക്കാഡമി. നമ്മൾ നോക്കുന്നത് 10ാം ക്ലാസ്സിന്റെ സെക്കൻഡ് ചാപ്റ്റർ ആയിട്ടുള്ള ലെൻസുകൾ അഥവാ ലെൻസസ് എന്ന ചാപ്റ്ററിന്റെ ബാക്കി ഭാഗങ്ങളാണ്. ഓക്കെ മക്കളെ, ശ്രദ്ധിക്കുക. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നോക്കിയിരുന്നത് എന്തായിരുന്നു? നമ്മൾ കോൺവെക്സ് ലെൻസിന്റെ ഇമേജ് ഫോർമേഷൻ ആയിരുന്നു അല്ലേ? എങ്കിൽ ഈ ക്ലാസ് നമ്മൾ നോക്കേണ്ടത് എന്താണ്? നമ്മൾ നോക്കേണ്ടത് ഇമേജ് ഫോർമേഷൻ ബൈ എ കോൺകേവ് ലെൻസ്. അപ്പൊ നമുക്ക് ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്യാം മക്കളെ. ഒന്ന് നോക്കുക. നമ്മൾ കോൺവെക്സ് ലെൻസിന്റെ ഇമേജ് ഫോർമേഷൻ നോക്കി. നമ്മൾ ആദ്യം ഒബ്ജക്റ്റ് വെച്ചത് എവിടെയാ മക്കളെ? ആദ്യം നമ്മൾ ഒബ്ജക്റ്റ് വെച്ചത് ഒബ്ജക്റ്റ് ബിയോണ്ട് 2F അല്ലെ? 2Fന്റെ അപ്പുറം നമ്മൾ ഒബ്ജക്റ്റ് വെച്ചു. എന്നിട്ട് അങ്ങനെ ഒബ്ജക്റ്റ് വെക്കുമ്പോൾ ആ ഒബ്ജക്റ്റിന്റെ ഇമേജ് എവിടെ ഉണ്ടാകുന്നു, ആ ഇമേജിന്റെ പ്രത്യേകതകൾ, പ്രതിബിംബത്തിന്റെ പ്രത്യേകതകൾ എന്തൊക്കെ എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് നോക്കി. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മളവിടെ ഒബ്ജക്റ്റ് വെച്ചത്, വസ്തു എവിടെ വെച്ചത്, അത് കഴിഞ്ഞിട്ട് വസ്തു വെച്ചത് എവിടെയാണ്? ഒബ്ജക്റ്റ് അറ്റ് 2F. മക്കളെ ഒബ്ജക്റ്റ് അവിടെ വെച്ചു, 2Fൽ വെച്ചു. അങ്ങനെ ഒബ്ജക്റ്റ് 2Fൽ വെക്കുന്ന സമയത്ത് എവിടെയാണ് ഇമേജ് ഫോം ചെയ്യുക? ആ പ്രതിബിംബത്തിന്റെ ഇമേജിന്റെ പ്രത്യേകതകൾ എന്തൊക്കെ കൃത്യമായി വരയ്ക്കാനും അതിന്റെ പ്രത്യേകതകൾ എഴുതാനും പഠിച്ചിട്ടുണ്ടാവണം അല്ലേ? അപ്പൊ 2Fൽ ഒബ്ജക്റ്റ് വെച്ച് കഴിഞ്ഞാൽ എവിടെയാ ഇമേജ് ഉണ്ടാവുക? 2Fൽ തന്നെയാണ് ഇമേജ് ഉണ്ടാവുക. എന്താ ഇമേജിന്റെ പ്രത്യേകത? വസ്തുവിന്റെ അല്ലെ, ഒബ്ജക്റ്റിന്റെ വസ്തുവിന്റെ അതേ വലിപ്പം തന്നെയായിരിക്കും ഇമേജിനും ഉണ്ടായിരിക്കുക അല്ലെ മക്കളെ? ഉദാഹരണം പറയുകയാണെങ്കിൽ ഒബ്ജക്റ്റിന് 5 സെന്റിമീറ്റർ ഉയരമുണ്ടെങ്കിൽ, ആ വസ്തു 5 സെന്റിമീറ്റർ ഉയരമുണ്ടെങ്കിൽ ഇമേജിനും പ്രതിബിംബത്തിനും 5 സെന്റിമീറ്റർ തന്നെയായിരിക്കും ഉയരം അല്ലെ? ഒബ്ജക്റ്റ് വെക്കുന്ന അതേ സ്ഥലത്ത് റൈറ്റ് സൈഡിൽ 2Fൽ തന്നെ ഇമേജ് ഉണ്ടാവുന്നു, പ്രതിബിംബം ഉണ്ടാവുന്നു. ഇതെങ്ങനെ വരയ്ക്കണം എന്നുള്ളത് പഠിക്കണം. ഒരു തരത്തിലും എക്സ്ക്യൂസ് ഈ വിഷയത്തിൽ നമുക്ക് കിട്ടില്ല. ഇനി അത് കഴിഞ്ഞിട്ട് നമ്മൾ ഒബ്ജക്റ്റ് അവിടെ വെച്ചത് ഒബ്ജക്റ്റ് ബിറ്റ്വീൻ F ആൻഡ് 2F, എഫിന്റെയും 2Fന്റെയും ഇടയിൽ അല്ലെ മക്കളെ? നോക്കുക. ഒബ്ജക്റ്റ് എഫിന്റെയും 2Fന്റെയും ഇടയിൽ ഒബ്ജക്റ്റ് വെച്ച് കഴിഞ്ഞാൽ എവിടെയാണ് ഇമേജ് ഉണ്ടാവുക? നമ്മൾ പറഞ്ഞു ബിയോണ്ട് 2F ആണ് അല്ലെ? അപ്പൊ ഇതൊക്കെ നമ്മൾ കൃത്യമായിട്ട് പഠിക്കുക. ബിയോണ്ട് 2F ആണ് എന്തുണ്ടാവുക? ഇമേജ് ഉണ്ടാവുക. 2Fന് അപ്പുറമായിരിക്കും പ്രതിബിംബം ഉണ്ടാവുക. പറഞ്ഞ കാര്യങ്ങളാണ് റിവൈസ് ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, ലാസ്റ്റ് ഫിഗർ അല്ലെ? കോൺവെക്സ് ലെൻസിന്റെ ലാസ്റ്റ് റേ ഡയഗ്രാം അല്ലെ? ലാസ്റ്റ് അവസാനത്തെ രേഖാചിത്രം എന്തായിരുന്നു? ഒബ്ജക്റ്റ്, ശ്രദ്ധിക്കുക മക്കളെ, ഒബ്ജക്റ്റ് എവിടെയായിരുന്നു? ഒബ്ജക്റ്റ് എഫിനും ഓയ്ക്കും ഇടയിൽ, ഇൻ ബിറ്റ്വീൻ എഫ് ആൻഡ് ലെൻസ് എന്നോ ഇൻ ബിറ്റ്വീൻ എഫ് ആൻഡ് ഒ എന്നോ പറയും. അതായത് ലെൻസിന്റെയും എഫിന്റെ ഇടയിൽ ഒബ്ജക്റ്റ് വെക്കുമെന്നോ അല്ലെങ്കിൽ ഓയ്ക്കും എഫിനും ഇടയിൽ ഒബ്ജക്റ്റ് വെക്കുന്നൊക്കെ നമുക്ക് പറയാം. അങ്ങനെ അവിടെയൊക്കെ വസ്തു ഈ 2 രൂപത്തിൽ നമുക്ക് പറയാം. അങ്ങനെ ഒബ്ജക്റ്റ് വെച്ച് കഴിഞ്ഞപ്പോൾ എവിടെയാ മക്കളെ ഇമേജ് കിട്ടിയത്? ഇമേജ് കിട്ടിയത് ഇൻ ബിറ്റ്വീൻ. മക്കളെ ശ്രദ്ധിക്കുക, ഇൻ ബിറ്റ്വീൻ. എവിടെ ശ്രദ്ധിക്കുക, ഇൻ ബിറ്റ്വീൻ. സോറി മിസ്റ്റേക്ക് ഒന്നാണ്. ശ്രദ്ധിക്കുക, ബോർഡിലേക്കല്ല, നമ്മുടെ സ്ക്രീനിലേക്ക് നോക്കുക മക്കളെ. ശ്രദ്ധിക്കൂ. ഓക്കെ മക്കളെ, ഇവിടെ നമ്മളിങ്ങനെ ഒബ്ജക്റ്റ് വെക്കുന്ന സന്ദർഭത്തിൽ ഞാൻ ഇപ്പം അതിൻ്റെ കട്ടി ഒന്ന് കുറച്ചോട്ടെ കേട്ടോ. കട്ടി കുറച്ചു. യെസ് മക്കളെ, ശ്രദ്ധിക്കുക. നമ്മൾ എഫിനും ഓയ്ക്കും ഇടയിൽ ഒബ്ജക്റ്റ് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഇമേജ് എവിടെ ഉണ്ടാവുക? ഇൻ ബിറ്റ്വീൻ എഫ് ആൻഡ് 2F. ഇവിടെ എഫ് ആണ് അല്ലെ? ഇത് എഫ് ആണ്, ഇത് 2F ആണ്. എഫിനും 2Fനും ഇടയ്ക്ക് എന്ത് ചെയ്യുന്നു? ഇമേജ് ഉണ്ടാവുന്നു, പ്രതിബിംബം ഉണ്ടാവുന്നു. എന്താ പ്രതിബിംബത്തിന്റെ പ്രത്യേകത? ഒന്ന്, നമ്മൾ ഫസ്റ്റ് എഴുതേണ്ടത് ഇമേജിന്റെ പൊസിഷനാണ്. ഇമേജിന്റെ പൊസിഷൻ എവിടെയാ? എഫിനും 2Fനും ഇടയിൽ അല്ലെ? എഫിനും 2Fനും ഇടയിൽ എന്തുണ്ടാവുന്നു? ഇമേജ് ഉണ്ടാവുന്നു. ഇനി ഇമേജിന്റെ നേച്ചർ എന്തൊക്കെയാ, സ്വഭാവം എന്താണ്? ഇത് വളരെ ഇമ്പോർട്ടന്റ് ആട്ടോ. ഇത് വളരെ 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 ഇമ്പോർട്ടന്റ് ആണ്. ഇമേജിന്റെ നേച്ചർ എന്താ, സ്വഭാവം എന്താ? ഇമേജ് ഒബ്ജക്റ്റിന്റെ രൂപത ഇങ്ങനെയാണ്. ഒബ്ജക്റ്റ് രൂപം അല്ലെ ഇങ്ങനെയാണ്. ഇമേജിന്റെ രൂപം ഇങ്ങനെ ആയതുകൊണ്ട് എന്താ പറഞ്ഞത്? യെസ്, ഇറക്റ്റ് ആണ്, നിവർന്ന് നിൽക്കുകയാണ്. ഒബ്ജക്റ്റ് നിവർന്ന് നിന്നു, ഇമേജും എന്ത് ചെയ്തു? നിവർന്നു നിന്നു. ഇറക്റ്റ് ഇമേജ് ആണ്, നിവർന്ന ഇമേജ് ആണ്. ഇനി ഈ നിവർന്ന ഇമേജ് എങ്ങനത്തെ ഇമേജ് ആയിരിക്കും? യെസ്, എങ്ങനെയായിരിക്കും? വിർച്വൽ ഇമേജ് ആയിരിക്കും, മിഥ്യാ പ്രതിബിംബം. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ പ്രതിബിംബത്തിന്റെ നേച്ചർ അഥവാ സ്വഭാവം എന്താണ്? ഇറക്റ്റ് ആൻഡ് വിർച്വൽ. മിഥ്യയാണ്, നിവർന്നതാണ്. ഇറക്റ്റ് ആൻഡ് വിർച്വൽ, മറന്നു പോകരുത്. ഇങ്ങനെ ഈ രൂപത്തിൽ ഉണ്ടാവുന്ന ഇമേജിന്റെ പ്രത്യേകത എന്താണ്? ഇറക്റ്റ് ആണ്, നിവർന്ന് നിൽക്കുകയാണ്. ഒബ്ജക്റ്റിന്റെ അതേ രൂപത്തിൽ തല കുത്തനെയാണോ? അല്ല, ഇറക്റ്റ് ആൻഡ് വിർച്വൽ, നിവർന്നതാണ്
യെസ്, മിറ്റയാണ്. ഓക്കെ, ഇതാണ് ലാസ്റ്റ് നോക്കിയത് മക്കളെ. ഇനി നമുക്ക് കോൺവെക്സ് ലെൻസിന്റെ ഇമേജ് ഫോർമേഷൻ പഠിക്കാൻ ബുദ്ധിമുട്ടാണ്. പക്ഷെ അതേ സമയത്ത് നമ്മുടെ കോൺകേവ് ഉണ്ടല്ലോ, വളരെ പാവമാണ് ഈ കോൺകേവ്. നമുക്ക് ഒരൊറ്റ ഫിഗർ മാത്രമേ കോൺകേവ് ലെൻസുമായി ബന്ധപ്പെട്ട് പഠിക്കാനുള്ളൂ. ഓക്കെ മക്കളെ ശ്രദ്ധിക്കുക. അപ്പൊ അതിന് മുമ്പായിട്ട് എങ്ങനെയാണ് ഒരു കോൺകേവ് ലെൻസിൽ നമ്മളൊരു ഇമേജ് ഫോർമേഷൻ ഉണ്ടാക്കിയെടുക്കുക അല്ലെ? അപ്പൊ അതിന്റെ ബേസിക്കൽ കാര്യങ്ങൾ പഠിക്കണ്ടേ മക്കളെ? നോക്ക്, ഈ ഒന്നാമത്തെ ഫിഗർ കോൺകേവ് ലെൻസ് ഉണ്ട് അല്ലെ? ആ കോൺകേവ് ലെൻസിന്റെ റൈറ്റ് സൈഡിലുള്ള എഫ് 2f, ലെഫ്റ്റ് സൈഡിലുള്ള എഫ് 2f. ബുദ്ധിമുട്ടുണ്ടോ? പ്രശ്നമുണ്ടോ? ഇല്ല. ഈ നോക്ക്, ഒരു ലൈറ്റ് റേ ഒപ്റ്റിക് ആക്സിസിന്, ആർക്കാണ്? ഒപ്റ്റിക് ആക്സിസിന് പാരലായിട്ട് വരുന്നു, സമാന്തരമായിട്ട് വരുന്നു അല്ലെ? പ്രകാശിക അക്ഷത്തിന് സമാന്തരമായി വന്നിട്ട് ഇത് അപവർത്തനം സംഭവിച്ചുകൊണ്ട് ഇങ്ങനെ മുകളിലേക്ക് പോയി. എഫിലൂടെ ഇങ്ങനെ വന്ന് ഇങ്ങനെ പോകുമോ? അങ്ങനെ പോവില്ല അല്ലെ? അത് മുകളിലേക്കാണ് പോയത്. കാരണം കോൺകേവ് ലെൻസ് എന്ന് പറയുന്നത് ഡൈവേർജിങ് ലെൻസ് ആണ്, പ്രകാശരശ്മികളെ അകറ്റി വിടുന്ന ആളാണ് അല്ലെ? അപ്പൊ നോക്കൂ മക്കളെ, ഈ റിഫ്രാക്ടറെ നോക്കൂ മക്കളെ, ശ്രദ്ധിക്കുക. ഈ അപവർത്തന രശ്മി എന്ത് ചെയ്യാണ്? ഇതിനെ ബാക്കിലേക്ക് നമ്മൾ നീട്ടി വരയ്ക്കുകയാണെങ്കിൽ ഏത് പോയിന്റിലേക്ക് ചെന്നിട്ട് തട്ടി നിൽക്കുന്നത്? യെസ്, എഫ് എന്ന അല്ലെ പ്രിൻസിപ്പൽ ഫോക്കസ് എന്ന പോയിന്റിലേക്ക് തട്ടി നിൽക്കും. യെസ്, കുഴപ്പമുണ്ടോ? ഇങ്ങനെ മനസ്സിലാക്കുക. ലൈറ്റ് റേ വരുന്നു, അത് റിഫ്രാക്ഷൻ സംഭവിക്കുന്നു, ഈ രൂപത്തിൽ പോകുന്നു. പക്ഷെ ഇത് നമ്മൾ ബാക്കിലേക്ക് നീട്ടി വരയ്ക്കുകയാണെങ്കിൽ എഫിൽ പോയി ടച്ച് ചെയ്യും. ഒന്നാമത്തെ ബേസ് അല്ലെ? കോൺകേവ് ലെൻസുമായി ബന്ധപ്പെട്ട അടിസ്ഥാനപരമായ ഒന്നാമത്തെ കാര്യം. ഇനി രണ്ടാമത്തെ കേസ് നോക്കൂ മക്കളെ, ശ്രദ്ധിക്കുക. രണ്ടാമത്തെ കേസ് നോക്കൂ. ഒരു ലൈറ്റ് നേരെ എന്ത് ചെയ്യാണ്? നേരെ എഫിനു നേരെ, ഇതല്ലേ എഫ്, ഇതല്ല എഫിനു നേരെ ഈ ലൈറ്റ് വരികയാണ് അല്ലേ? പക്ഷെ എഫിലേക്ക് പോയി തട്ടുമോ? ഇല്ല. ഈ ലൈറ്റിലേക്ക് റിഫ്രാക്ഷൻ സംഭവിക്കും. അതെങ്ങനെ റിഫ്രാക്ഷൻ അപവർത്തനം എങ്ങനെ സംഭവിക്കുക? അത് ഒപ്റ്റിക് ആക്സിസിന് സമാന്തരമാണ്, പാരലൽ ആയിക്കൊണ്ട് എന്ത് ചെയ്യും? ഈ ലൈറ്റ് മുന്നിലേക്ക് പോകും. കുഴപ്പമുണ്ടോ? ഈ ലൈറ്റ് മുന്നിലേക്ക് പോകും. പക്ഷെ ഇതെങ്ങനെയാണ് വരയ്ക്കുക? നോക്കൂ മക്കളെ, ഈ ഒരു ലൈറ്റ് റേ നമ്മൾ എന്ത് ചെയ്യുന്നു? നീട്ടി വരയ്ക്കുകയാണെങ്കിൽ എഫിൽ പോയി തട്ടും. ഡോട്ടഡ് ആയിട്ട് നീട്ടി വരയ്ക്കുകയാണെങ്കിൽ എഫിൽ പോയി ടച്ച് ചെയ്യും. പഠിക്കുക, നമുക്കിത് ആവശ്യമായി വരുന്നതാണ്. പഠിക്കുക അല്ലാതെ വേറെ നിർവാഹമല്ല. ഓക്കെ, ഇനി മൂന്നാമത്തെ ബേസ് നോക്കൂ. ഒരു ലൈറ്റ് നമ്മൾ പഠിച്ചതാണ്, കോൺവെക്സ് ആണെങ്കിലും കോൺകേവ് ആണെങ്കിലും സെയിം തന്നെയാണ്. ഒരു ലൈറ്റ് ഒപ്റ്റിക് സെന്ററിലേക്ക് നേരെ വരികയാണ്, പ്രകാശിക കേന്ദ്രത്തിലേക്ക് നേരെ വരികയാണ്. ആ ലൈറ്റ് റേക്ക് ഡീവിയേഷൻ സംഭവിക്കുന്നുണ്ടോ? ഇല്ല, ഒരു ഡീവിയേഷനും സംഭവിക്കുന്നില്ല അല്ലെ? നോ ഡീവിയേഷൻ. അവിടെ ഡീവിയേഷൻ, വ്യതിയാനം സംഭവിക്കുന്നില്ല, റിഫ്രാക്ഷൻ സംഭവിക്കുന്നില്ല, നേരെ അങ്ങോട്ട് പോവാണ് അല്ലെ? നോക്ക്, ശ്രദ്ധിക്കൂ മക്കളെ. നോക്ക്, ഈ രണ്ട് ഫിഗറിലും റിഫ്രാക്ഷൻ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഫിഗർ റിഫ്രാക്ഷൻ സംഭവിച്ചിട്ടില്ല, അപവർത്തനം സംഭവിച്ചിട്ടില്ല. ഓക്കെ, ഇനി നമ്മൾ ഈ പറഞ്ഞ മൂന്ന് കാര്യങ്ങളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ടേബിൾ ആണ് ഇത്. നമുക്ക് ആ കൺസെപ്റ്റ് നമുക്ക് മനസ്സിലായോ എന്ന് ചെക്ക് ചെയ്യാനുള്ള ടേബിളാണ്. അത് വലിയ ഇമ്പോർട്ടൻ്റ് അല്ല മീൻസ് നമുക്ക് കൺസെപ്റ്റ് പക്കയായിരിക്കണം. എന്താണ് സംഭവം? ലൈറ്റ് റേ വന്നു കഴിഞ്ഞാൽ അത് റിഫ്രാക്ഷൻ സംഭവിച്ച് എങ്ങനെയാണ് പോവുക എന്നുള്ള കൺസെപ്റ്റ് ഉണ്ടല്ലോ, അത് പക്കയായിരിക്കണം. അതിൽ യാതൊരു തരത്തിലുള്ള വിട്ടുവീഴ്ചകളും ഇല്ല. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് വരുന്ന ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങൾ മാത്രമേ ഞാൻ പറയുള്ളൂ. ഈ ഒരു മാർക്കിന്റെ, അര മാർക്കിന്റെ പോയിന്റ് ഉണ്ടെങ്കിൽ പോലും അതൊക്കെ ഞാൻ കൃത്യമായിട്ട് പറഞ്ഞിട്ട് പോകും. അത് നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത കാര്യം ഞാൻ എന്ത് ചെയ്യില്ല, പറയില്ല. ഒരു ചാപ്റ്ററിൽ ആവശ്യമുള്ളതുകൊണ്ട് ആവശ്യമില്ലാത്തതൊക്കെ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ പരീക്ഷയ്ക്ക് വരുന്നതുകൊണ്ട് പരീക്ഷയ്ക്ക് വരാത്തതുകൊണ്ട് ഞാൻ നമുക്ക് കുറച്ച് കാര്യം സ്കിപ്പ് ചെയ്തിട്ടുണ്ട്. എക്സ്പ്ലെയിൻ ചെയ്ത കുറേ ഭാഗങ്ങളൊക്കെ ഉണ്ട്. കാരണം എന്താണ്? അത് നമുക്ക് അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഭാഗങ്ങളല്ല. ഓക്കെ, ശ്രദ്ധിക്കുക. ഇനി നമ്മൾ നോക്കിയേ, ഫസ്റ്റ് ഇവർ കൊടുക്കുന്ന തന്നെ വസ്തു ഒബ്ജക്റ്റ് ബിറ്റ്വീൻ എഫ് ആൻഡ് 2f ആണ്. അതായത് വസ്തു എഫിനും 2fനും ഇടയിൽ എന്നാണ് പറയുന്നത്. മലയാളം മീഡിയം ടെക്സ്റ്റ് ബുക്ക് ഒന്ന് എടുത്തോട്ടെ കേട്ടോ. രണ്ടൊരുമിച്ച് കാണിച്ച് പോകുന്നല്ലേ നല്ലത്. സോറി, ഒരുപാട് താഴോട്ട് പോയി മക്കളെ. ഇവിടെ കോൺകേവ് ലെൻസിന് ഒറ്റ ഫിഗർ നമുക്ക് വരയ്ക്കാനുള്ളൂ. ഒറ്റ ഫിഗർ അല്ലേ? വളരെ സിമ്പിളാണ്. ഒറ്റ ഫിഗർ വരച്ചു കഴിഞ്ഞാൽ മിറർ അല്ല, കോൺകേവ് ലെൻസിന്റെ കേസ് നമുക്ക് മാറും. നോക്ക്, വസ്തു എഫിനും 2fനും ഇടയിൽ. നോക്ക്, ഈ ഫിഗറിലേക്ക് നോക്ക്, നല്ലോണം ശ്രദ്ധിക്കുക, നല്ലോണം ശ്രദ്ധിച്ചു നോക്കിയേ. കോൺകേവ് ലെൻസ് അല്ലേ? ആ കോൺകേവ് ലെൻസിന്റെ റൈറ്റ് സൈഡിലുള്ള എഫ് 2f അടയാളപ്പെടുത്തിയിരിക്കുന്നു, ലെഫ്റ്റ് സൈഡിലുള്ള എഫ് 2f അടയാളപ്പെടുത്തിയിരിക്കുന്നു അല്ലേ? ഒബ്ജക്റ്റ് വസ്തു നോക്ക്, OB അതവിടെ വെച്ചുള്ളത് 2fനും എഫിന്റെ ഇടയിൽ തന്നെയാണ് അല്ലേ? പ്രശ്നമുണ്ടോ? ഇടയിൽ തന്നെയാണ്. ഇനി ഒരു ലൈറ്റ് റേ, നല്ലോണം ശ്രദ്ധിക്കുക.
നല്ലോണം ശ്രദ്ധിക്കുക. ഒരു ലൈറ്റ് ഒപ്റ്റിക് ആക്സിസിന് അല്ലേ പ്രകാശിക അക്ഷത്തിന് സമാന്തരമായിട്ട് വരുന്നു. ഇത് റിഫ്രാക്ട് ചെയ്ത് മുകളിലേക്ക് പോകുന്നു. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? നമ്മൾ പഠിച്ച കാര്യമാണത് അല്ലേ. വേറൊരു ലൈറ്റ് ഒപ്റ്റിക് സെന്ററിലൂടെ പ്രകാശിക കേന്ദ്രത്തിലൂടെ മുന്നോട്ട് പോകുന്നു. അതിന് റിഫ്രാക്ഷൻ സംഭവിക്കില്ല. അതും മനസ്സിലാക്കാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഒരു ബുദ്ധിമുട്ടിൻ്റെ ആവശ്യമില്ല. ഇനി നമ്മൾ ഈ റിഫ്രാക്റ്റർ റേയെ കളറ് മാറ്റി വരയ്ക്കാം. ഈ റിഫ്രാക്റ്റർ റേ നമ്മളിങ്ങനെ ബാക്കിലേക്ക് നീട്ടി വരയ്ക്കുന്ന സന്ദർഭത്തിൽ അല്ലേ ഈ ഒരു റേയും ഈ റിഫ്രാക്റ്റർ റേ ബാക്കിലേക്ക് നീട്ടി വരച്ച കൂട്ടിമുട്ടുന്ന പോയിന്റ് അല്ലേ ഇത്? കട്ടിക്ക് വരയ്ക്കുകയാണ്. കൂട്ടിമുട്ടുന്ന പോയിന്റ് അല്ലേ ഇത്? ആ പോയിന്റിലാണ് ഇമേജ് ഉണ്ടാവുക. എങ്ങനെയാണ് മക്കളെ? ആ പോയിന്റിലാണ് ഇത് എല്ലാം വായിക്കാൻ കേട്ടോ. ആ പോയിന്റിലാണ് എന്തുണ്ടാവുക? ഇമേജ് ഉണ്ടാവുക. ഒന്ന് ഫോക്കസ് ചെയ്ത് ഒന്ന് സൂം ചെയ്ത് നോക്കുക കേട്ടോ മക്കളെ. ശ്രദ്ധിക്ക്. ഓക്കെ, നോക്ക് മക്കളെ, ഇവിടെയാണ് കൂട്ടിമുട്ടിയത് അല്ലേ. ആ കൂട്ടിമുട്ടിയ പോയിന്റിലാണ് എന്തുണ്ടാവുക? ഇമേജ് ഉണ്ടാവുക. കൃത്യം ഇവിടെയാണ് ഇമേജ് ഉണ്ടായിട്ടുണ്ടാവുക. ഇതിന് ആരോ മാർക്കൊക്കെ ഇട്ട് വ്യക്തമായി കൊടുത്തിട്ടുണ്ട് ടെക്സ്റ്റ് ബുക്കിൽ. അപ്പോൾ ഇവിടെയാണ് ഇമേജ് ഉണ്ടായിട്ടുണ്ടാവുക. അപ്പോൾ ഇമേജിന്റെ പൊസിഷൻ, പ്രതിബിംബത്തിന്റെ സ്ഥാനം നമുക്ക് നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും. ഇൻ ബിറ്റ്വീൻ O ആൻഡ് F അല്ലേ. ഓന്റെയും എഫിന്റെ ഇടയിലല്ല ഇമേജ് ഉണ്ടായത്. ഇൻ ബിറ്റ്വീൻ O ആൻഡ് F ആണ് ഇമേജ് ഉണ്ടായിട്ടുള്ളത്. ഇനി ഈ പ്രതിബിംബത്തിന്റെ പ്രത്യേകതകൾ, നേച്ചർ എന്തൊക്കെയാണ്? ഒന്ന്, നിവർന്നു നിൽക്കുന്നതാണ്. യെസ്, പട്ടാളക്കാരെ പോലെ ഒബ്ജക്റ്റ് നിവർന്നു നിൽക്കുന്നു. ഇമേജും എന്ത് ചെയ്യാണ്? നിവർന്നു നിൽക്കുകയാണ് അല്ലെ. അപ്പം ഇറക്റ്റ് ഇമേജ് ആണ് അല്ലെ. ഇറക്റ്റ് പറഞ്ഞാൽ എന്താണ്? നിവർന്ന പ്രതിബിംബമാണ്. രണ്ടാമത്തത്, നിവർന്ന പ്രതിബിംബം എങ്ങനത്തെ പ്രതിബിംബമായിരിക്കും? നിവർന്ന പ്രതിബിംബം, ആ പ്രതിബിംബത്തിന് പ്രത്യേകത ഉണ്ട്. നിവർന്ന പ്രതിബിംബം വിർച്വൽ ഇമേജ് ആയിരിക്കും, മിഥ്യയായിരിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനൊരു സ്ക്രീനിലേക്ക് പതിപ്പിക്കാൻ പറ്റാത്തതായിട്ടുള്ള മിഥ്യാ പ്രതിബിംബമാണ്. റിയൽ ഇമേജുകളാണോ? അല്ല. മക്കളെ ശ്രദ്ധിച്ചേ, ഇത് പ്രത്യേകത ഇവിടെ കൊടുത്തിട്ടുണ്ടോ? ഇല്ല, ഒരു പ്രത്യേകതകളൊന്നും കൊടുത്തിട്ടില്ല. ഇനി അടുത്തൊരു കാര്യം പറയാണ്, സൈസ് കൂടെ പറയാൻ പറ്റും അല്ലേ. ഇനി ഇതിന്റെ വലിപ്പം എങ്ങനെയാണ്? ഒബ്ജക്റ്റിന്റെ വലിപ്പം നോക്കൂ. ഒബ്ജക്റ്റിന് ഇത്രയും വലിപ്പമുണ്ട്. ഇമേജിന്റെ വലിപ്പം അല്ലെ, പ്രതിബിംബത്തിന്റെ വലിപ്പം ചെറുതല്ലേ. അപ്പൊ നമ്മൾ എന്താ കൊടുക്കേണ്ടത്? മാഗ്നിഫൈഡ് എന്നാണോ? അല്ല, ഡിമിനിഷ്ഡ് ഇമേജ് ആണ് അല്ലെ. ചെറിയ പ്രതിബിംബമാണ്. ഡിമിനിഷ്ഡ് ഇമേജ്, ചെറിയ പ്രതിബിംബം മക്കളെ. അപ്പം ഇവിടെ ഞാൻ പറഞ്ഞ കുറച്ച് പോയിന്റുകൾ അല്ലെ. ഫസ്റ്റ്, ഇമേജിന്റെ പൊസിഷൻ എവിടെയാണ് മക്കളെ? നിങ്ങളൊന്ന് പറഞ്ഞു നോക്കൂ. ഇമേജിന്റെ പൊസിഷൻ ഇൻ ബിറ്റ്വീൻ O ആൻഡ് F. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഇൻ ബിറ്റ്വീൻ O ആൻഡ് F ആണ് ഇമേജിന്റെ പൊസിഷൻ. ഓയിനും എഫിനും ഇടയിൽ പ്രതിബിംബം രൂപപ്പെട്ടു. ഇനി രണ്ടാമത്തെ പോയിന്റ്, ഇമേജിന്റെ നാച്ചർ എന്താണ്? ഞാൻ പറഞ്ഞു, നിവർന്നതാണ്, ഇറക്റ്റ് ആണ്. പിന്നെ അതിന്റെ കൂടെ തന്നെ അതിന്റെ പേർ ഏതാ വരിക? അത് മാത്രമേ അതിന്റെ കൂടെ വരുള്ളൂ. ഇറക്റ്റ് ആണെങ്കിൽ അതെന്തായിരിക്കും? വിർച്വൽ ആയിരിക്കും. ഇറക്റ്റ് ആൻഡ് വിർച്വൽ. നിവർന്നത് മിഥ്യ. അതിന് മാറ്റം ഉണ്ടാവുമോ? അത് മാറുമോ? അത് ഒരുമിച്ച് വരുന്ന ആളുകളാണ്, ഒരിക്കലും മാറില്ല. ഇനി സൈസ് പറയുകയാണെങ്കിൽ ഇതിനൊരു 10 സെന്റിമീറ്റർ ഉണ്ടെങ്കിൽ ഇത് പക്ഷേ ഇത് എത്ര ഉണ്ടാവുള്ളൂ? ഒരു 3 സെന്റിമീറ്റർ ഉണ്ടാവുള്ളൂ. അത്രത്തോളം ചെറുതാവുകയാണ് ചെയ്തത് അല്ലെ. ചെറുതായതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? മാഗ്നിഫൈഡ് എന്നല്ല പറയാം, ഡിമിനിഷ്ഡ്, ചെറിയ പ്രതിബിംബം എന്ന് പറയാം. ഓക്കെ, ഇനി ഒരു കാര്യം മനസ്സിലാക്കാം. അടുത്ത വെച്ച് നോക്കിയേ, വസ്തു എഫിനും ലെൻസിനും ഇടയിലാണെങ്കിലോ, അതായത് വസ്തു 2F-നും F-നും ഇടയിലല്ല വെച്ചേ, അവർ ചോദിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ വസ്തു എഫിനും ഓയ്ക്കും ഇടയിൽ വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണ് പ്രതിബിംബം ഉണ്ടാവുക? എവിടെ വെച്ചാലും മക്കളെ ശ്രദ്ധിക്കുക, ഒബ്ജക്റ്റ് ഈ ഒരു കോൺകേവ് ലെൻസിന്റെ എവിടെ കൊണ്ടുപോയി ഒബ്ജക്റ്റ് വെച്ച് കഴിഞ്ഞാലും ഇമേജ് എവിടെ ഉണ്ടാവുള്ളൂ? ഇമേജ് ഉണ്ടാവുക മക്കളെ, ഞാൻ പറയുന്നത് കൃത്യമായി ശ്രദ്ധിക്കുക. കോൺകേവ് ലെൻസിന്റെ എവിടെ കൊണ്ടുപോയി ഒബ്ജക്റ്റ് വെച്ച് കഴിഞ്ഞാലും ഇമേജ് എഫിനും ഓയ്ക്കും ഇടയിൽ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ആ ഇമേജിന്റെ പ്രത്യേകത എന്താ? ചെറിയ ഇമേജ്, വസ്തുവിനേക്കാളും ചെറിയ ഇമേജ് ആയിരിക്കും കിട്ടുക. അത് ഇറക്റ്റും വിർച്വലുമായിരിക്കും. അപ്പൊ കോൺകേവ് ലെൻസ് എന്ന് പറയുന്ന ലെൻസ് എപ്പോഴും ഇറക്റ്റും വിർച്വലുമായിട്ടുള്ള, നിവർന്നതും മിഥ്യയുമായിട്ടുള്ള പ്രതിബിംബം മാത്രമേ, ഇമേജ് മാത്രമേ തരുള്ളൂ. പക്ഷെ നമ്മുടെ കോൺവെക്സ് എങ്ങനെയാണോ? വളരെ ഇമ്പോർട്ടൻ്റ് ആണ് മക്കളെ. കോൺവെക്സ് എങ്ങനെയാണോ? കോൺവെക്സ് എന്ന് പറയുന്നത് റിയൽ ഇമേജ് തരും കോൺവെക്സ് ലെൻസ്.
അല്ലേ? അതേപോലെ വിർച്വൽ ഇമേജും കോൺവെക്സ് ലെൻസ് തരും. എപ്പോഴേക്ക് തന്നിട്ടുള്ളത് നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. നമ്മൾ വരച്ചിട്ടുള്ള ആദ്യം ബിയോണ്ട് 2F അപ്പുറമുള്ള ഇമേജ് വരച്ചു, 2Fൽ ഒബ്ജക്റ്റ് വെച്ച് അതിന്റെ ഇമേജ് വരച്ചു, ഇൻ ബിറ്റ്വീൻ 2F ആൻഡ് Fനിടയിൽ ഒബ്ജക്റ്റ് വെച്ചിട്ട് ഇമേജ് വരച്ചു, Fൽ ഒബ്ജക്റ്റ് വെച്ചിട്ട് ഇമേജ് വരച്ചു. അതേപോലത്തെ ലാസ്റ്റ് ആയിട്ടുള്ള എഫിനും ഓയ്ക്കും ഇടയിൽ ഒബ്ജക്റ്റ് വെച്ചിട്ട് നമ്മൾ ഇമേജ് വരച്ചു അല്ലെ മക്കളെ? എഫിനും ഓയ്ക്കും ഇടയിൽ ഒബ്ജക്റ്റ് വെച്ചിട്ട് അതിന്റെ ഇമേജ് വരച്ചപ്പോഴല്ലേ കോൺവെക്സ് ലെൻസിന്റെ കേസിൽ നമുക്ക് വിർച്വൽ ഇമേജ് കിട്ടിയത്. മക്കളെ അത് അത്ര ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് പ്രോബ്ലം വരുന്ന സമയത്തേക്ക് ഇതാണ് ഞാൻ പറയുന്ന കേസ് കേട്ടോ. ഒരു കോൺവെക്സ് ലെൻസിൽ എക്സാമിന് ചോദിക്കും, ഒരു കോൺവെക്സ് ലെൻസിൽ എപ്പോഴാണ് വിർച്വൽ ഇമേജ് കിട്ടുക, ഏത് സമയത്താണ് നമുക്ക് ഒരു മിഥ്യാപ്രതിബിംബം കിട്ടുക? അപ്പൊ ആ സമയത്ത് നമ്മൾ പറയണം, എന്താ പറയേണ്ടത്? ഒരു കോൺവെക്സ് ലെൻസിൽ അല്ലെ വസ്തു ഒബ്ജക്റ്റ് ഓയ്ക്കും എഫിനും ഇടയിലാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? ഈ വസ്തുവിന്റെ ഈ ഒബ്ജക്റ്റിന്റെ വിർച്വൽ ആൻഡ് ഇറക്റ്റ് നിവർന്നതും മിഥ്യയുമായിട്ടുള്ള പ്രതിബിംബം കിട്ടും. എന്താ പ്രതിബിംബത്തിന്റെ ഇമേജിന്റെ പ്രത്യേകത? വലിയ പ്രതിബിംബമാണ്, ഇറക്റ്റ് ആണ്, വിർച്വൽ ആണ് അല്ലെ? എഴുതിക്കൂടെ വലിയ പ്രതിബിംബമാണ് അല്ലെ, മാഗ്നിഫൈഡ് ഇമേജ് ആണ്, നമുക്ക് എഴുതാം. ഓക്കെ, അപ്പം കോൺവെക്സ് ലെൻസിന്റെ കാര്യത്തിൽ ഈ കോൺവെക്സ് ലെൻസിന് റിയൽ ഇമേജും വിർച്വൽ ഇമേജും തരാൻ കഴിയും. ഓക്കെ മക്കളെ, ഇനി വിർച്വൽ ഇമേജ് എപ്പോഴും എവിടെയായിരിക്കും? ലെഫ്റ്റ് സൈഡിലായിരിക്കും അല്ലെ? ലെഫ്റ്റ് സൈഡിലല്ലേ? റൈറ്റ് സൈഡിൽ വന്നതൊക്കെ എങ്ങനെയാണ്? റൈറ്റ് സൈഡിൽ വന്ന ഇമേജുകളൊക്കെ തലകുത്തനെയുള്ള ഇമേജുകളായിരുന്നു, റിയൽ ഇമേജുകളായിരുന്നു. ലെഫ്റ്റ് സൈഡിൽ വരുന്ന ഇമേജുകളൊക്കെ എങ്ങനെയാണ് മക്കളെ? വിർച്വൽ മിഥ്യ പ്രതിബിംബമാണ്, റിയൽ ആയിരിക്കില്ല. അപ്പൊ ഇത് കുറച്ച് മാറ്റി കുറുക്കി പഠിച്ചാൽ മാത്രമേ നമ്മുടെ തലച്ചോറിൽ ഇത് കയറുള്ളൂ. ഓക്കെ മക്കളെ, ഇനി ശ്രദ്ധിക്കുക. നമ്മൾ ഇത് ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട്. കോൺകേവ് ലെൻസിന്റെ കാര്യത്തിൽ നമുക്ക് എപ്പോഴും എങ്ങനത്തെ ഇമേജ് ആയിരിക്കും കിട്ടുക? റിയൽ ആൻഡ് ഇൻവേർട്ടഡ് ആണോ? അല്ല. കോൺകേവ് ലെൻസിന്റെ കാര്യത്തിൽ വിർച്വൽ ആൻഡ് ഇറക്റ്റ്, മിഥ്യവും അതേപോലെ നിവർന്നതുമായ പ്രതിബിംബമായിരിക്കും കിട്ടുക. ഇത് മനസ്സിന് ഉറപ്പിക്കണം കേട്ടോ. കോൺകേവ് ലെൻസ് അങ്ങനെയാണ്, കോൺവെക്സ് ആണെങ്കിൽ റിയലും കിട്ടും വിർച്വലും കിട്ടും അല്ലെ? യഥാർത്ഥവും കിട്ടും മിഥ്യയും കിട്ടും. ഒബ്ജക്റ്റ് വെക്കുന്ന സ്ഥലത്തനുസരിച്ച് റിയലും വിർച്വലൊക്കെ മാറും. അത് കൃത്യമായി മനസ്സിലാക്കുക. ഇനി ഇതിന്റെ മാത്തമാറ്റിക്കൽ പ്രോബ്ലത്തിലേക്ക് പോവാണ്. ഇതുവരെ കൃത്യമല്ലാത്ത ഒരു കുട്ടിക്ക് ഈ ചാപ്റ്ററിൽ നിന്നുള്ള ഇക്വേഷനിലേക്കും അതിന്റെ പ്രോബ്ലത്തിലേക്കും പോകാൻ പറ്റില്ല. കുട്ടി കഴിയില്ല, ഉറപ്പാണ്. ഞാൻ എഴുതി ഒപ്പിട്ടുതരാം, കുട്ടിക്ക് കഴിയില്ല മക്കളെ. അപ്പൊ നോക്കുക, എന്താണ് നമ്മുടെ ഇക്വേഷൻ? ടോപ്പിക് നെയിം എന്താ? ലെൻസ് സമവാക്യം എന്ന് പറഞ്ഞാൽ ലെൻസ് ഇക്വേഷൻ. ലെൻസിന് ഇക്വേഷൻ ഉണ്ട്. ആ ഇക്വേഷൻ വെച്ചുള്ള ചോദ്യങ്ങൾ ഉണ്ടാവും. കൺസെപ്റ്റ് ആണ്. ഈ കോൺസെപ്റ്റ് അറിഞ്ഞിട്ടില്ലെങ്കിൽ മാർക്ക് വീഴില്ല മക്കളെ, മാർക്ക് വീഴില്ല. ഈ ഒരു ഫിഗറിലേക്ക് നോക്കിയേ. ഈ ഫിഗറിലേക്ക് നിങ്ങൾ വ്യക്തമായി ശ്രദ്ധിക്കുക. ഈ ഒരു ഫിഗറിൽ ഇവിടെ ലെൻസ് ഏതാ മക്കളെ? ലെൻസ് ഏതാ? കോൺവെക്സ് ലെൻസ് ആണ് അല്ലെ? ഈ കോൺവെക്സ് ലെൻസിൽ നോക്കൂ, ഈ റൈറ്റ് സൈഡിൽ എഫ് ഉണ്ട്, ഇവിടെ 2F ഉണ്ട് അല്ലെ? ലെഫ്റ്റ് സൈഡിലേക്ക് വന്നാൽ ഇവിടെയും F ഉണ്ട്, 2F ഉണ്ട് അല്ലെ? നമുക്കറിയാം ഇവിടെ ഒബ്ജക്റ്റ് OB എന്ന രൂപത്തിൽ ഒബ്ജക്റ്റിനെ കാണിക്കുന്നു. IM എന്ന് പേരിട്ടുകൊണ്ട് ഇമാജിനെയും കാണിക്കുന്നു. ഓക്കെ ആണോ? ഇനി മക്കളെ നല്ലോണം ശ്രദ്ധിക്കുക. ഇവിടെ O ഉണ്ട് കേട്ടോ. ഒരു O കൊടുക്കാൻ മറന്നുണ്ടാവും, ഞാൻ കൊടുക്കാം O എന്ന്. ഓക്കെ, ഇവിടെ O ഉണ്ട്, ശ്രദ്ധിക്കുക. ഈ O എന്താ നമുക്കറിയാലോ? ഒപ്റ്റിക് സെന്റർ അല്ലെ? പ്രകാശിക കേന്ദ്രമാണ്. ഈ ഓയിൽ നിന്ന് ഈ ഒബ്ജക്റ്റിലേക്കുള്ള ദൂരത്തെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് U എന്ന ലെറ്റർ ഉപയോഗിച്ചുകൊണ്ടാണ്. പ്രശ്നമുണ്ടോ? ഓയിൽ നിന്ന് ഒബ്ജക്റ്റിലേക്കുള്ള ദൂരത്തെ നമ്മൾ എങ്ങനെ റെപ്രസെന്റ് ചെയ്യുന്നത്? വസ്തുവിലേക്കുള്ള ദൂരത്തെ നമ്മൾ എങ്ങനെ റെപ്രസെന്റ് ചെയ്യുന്നത്? U എന്ന ലെറ്റർ ഉപയോഗിച്ചുകൊണ്ടാണ്. ഇനി മക്കളെ ശ്രദ്ധിക്കുക, ഇവിടെ ഇമേജ് ഉണ്ടല്ലോ, ഇവിടെ ഇമേജ് ഇല്ലേ? നോക്ക്. എങ്കിൽ ഓയിൽ നിന്ന് ഇമേജിലേക്കുള്ള ദൂരത്തെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് V എന്ന ലെറ്റർ ഉപയോഗിച്ചുകൊണ്ടാണ്. പ്രശ്നമില്ലല്ലോ. അതേപോലെ നമ്മൾ നേരത്തെ പഠിച്ചൊരു കാര്യമുണ്ട്. ഒപ്റ്റിക് സെന്ററിൽ നിന്നും
പ്രകാശിക കേന്ദ്രത്തിൽ നിന്നും, മക്കളെ ശ്രദ്ധിച്ചോള, പ്രകാശിക കേന്ദ്രത്തിൽ നിന്നും ഈ പ്രിൻസിപ്പൽ ഫോക്കസിലേക്കുള്ള ദൂരത്തെ നമ്മൾ ഫോക്കൽ ലെങ്ത് എന്ന് പറഞ്ഞു വിളിച്ചിരുന്നു. ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? ഓർമ്മയുണ്ടോ? ഫോക്കസ് ദൂരം അഥവാ ഫോക്കൽ ലെങ്ത് ഓയിൽ നിന്ന് എഫിലേക്കുള്ള ദൂരമാണ്. നമുക്കറിയാം കോൺവെക്സ് ലെൻസിന്റെ ഫോക്കസ് ദൂരം നമ്മൾ എപ്പോഴും മെഷർ ചെയ്യുക റൈറ്റ് സൈഡിലേക്കാണ്. നമുക്കറിയാം ഇമേജ് ഫോം ചെയ്ത് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവുമല്ലോ. കോൺവെക്സ് ലെൻസിന്റെ ഫോക്കസ്, പ്രിൻസിപ്പൽ ഫോക്കസ് ഫോം ചെയ്ത് എങ്ങനെയായിരുന്നു? എല്ലാ ലൈറ്റ് റേസും പാരലായിട്ട് വന്നിട്ട് ഒരു പോയിന്റിലേക്ക് കൺവേർട്ട് ചെയ്തു, ഫോക്കസ് ചെയ്തു അല്ലേ. അപ്പം കോൺവെക്സ് ലെൻസിന്റെ പ്രിൻസിപ്പൽ ഫോക്കസ് ചെയ്യുക റൈറ്റ് സൈഡിലേക്ക് എഫ് വരെയാണ്. ബുദ്ധിമുട്ടില്ലല്ലോ. ഓക്കെ, ഇനി ശ്രദ്ധിക്കുക. അപ്പൊ നമ്മൾ 3 കാര്യങ്ങളാണ് ഇവിടെ നമ്മൾ നോക്കിയത്. ഒന്ന് യു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെ ലെൻസിൽ നിന്നും വസ്തുവിലേക്കുള്ള അകലമാണ് യു. ഇനി വി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെൻസിൽ നിന്നും ഇമേജിലേക്കുള്ള ദൂരമാണ്. എഫ്, സ്മോൾ ലെറ്റർ എഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോക്കസ് ദൂരം അഥവാ ഫോക്കൽ ലെങ്ത് ആണ്. ഇനി ഒരു പോയിന്റ് കൂടി ഞാൻ പറഞ്ഞോട്ടെ. ടെക്സ്റ്റ് ബുക്കിൽ അത് കൃത്യമായിട്ട് പറയുന്നില്ല, എങ്കിലും നമുക്കത് ആവശ്യമാണ് മക്കളെ. ഈ ലെൻസിൽ നിന്നും നമ്മുടെ ലെൻസിൽ നിന്നും നമ്മുടെ 2Fലേക്കുള്ള അകലം നമ്മൾ എന്താ പറഞ്ഞത്? റേഡിയസ് ഓഫ് കർവേച്ചർ എന്ന് പറഞ്ഞിരുന്നോ? വക്രത ആരം 6 എന്ന ലെറ്റർ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ അതിനെ റെപ്രസെന്റ് ചെയ്തത്. ഓർമ്മ ഉണ്ടല്ലോ നിങ്ങൾക്ക്? മറന്നിട്ടുണ്ടാവില്ലല്ലോ. ഓയിൽ നിന്ന് 2Fലേക്കുള്ള ദൂരം റേഡിയസ് ഓഫ് കർവേച്ചർ. ഓക്കെ, ഇത് പഠിക്കുക. ഇത് പഠിച്ചു കഴിഞ്ഞാൽ സാറേ ലെൻസ് ഇക്വേഷൻ ഓക്കെ ആവോ? ഇല്ല. സ്റ്റെപ്പ്. അപ്പൊ യു എന്താന്ന് ഓർമ്മ ഉണ്ടാവണം, വി എന്താന്ന് ഓർമ്മ ഉണ്ടാവണം, സ്മോൾ ലെറ്റർ എഫ് എന്താന്ന് ഓർമ്മ ഉണ്ടാവണം, അതേപോലെ 6 റേഡിയസ് ഓഫ് കർവേച്ചർ അഥവാ വക്രത ആരം എന്താന്ന് ഓർമ്മ വേണം. യു വി എഫ് ആർ ഇത് കൃത്യമായി ധാരണ ഉണ്ടായിരിക്കണം. ഇതില്ലെങ്കിൽ മക്കളെ, ഒരു കുട്ടിക്ക് A+ വാങ്ങണം എന്ന് അതിയായ ആഗ്രഹം ഉണ്ടെങ്കിൽ ആ കുട്ടി അതിനുവേണ്ടി പരിശ്രമിക്കും. ആ കുട്ടി ക്ലാസ്സിൽ ഇരുന്ന് കാണും, ക്ലാസ് കേൾക്കും, വർക്ക് ചെയ്യും, ഒക്കെ ചെയ്യും. ഇതല്ല, ഇതൊന്നും ആവശ്യമില്ലാത്തൊരു കുട്ടിക്ക് അവനെ ഏറ്റവും വലിയ യൂണിവേഴ്സിറ്റിയിൽ എവിടേക്ക് ഇനിയിപ്പോൾ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി കൊണ്ടുപോയി ഇരുത്തി ഏറ്റവും മികച്ച അധ്യാപകരെ ക്ലാസ് കേട്ടാൽ പോലും ആ കുട്ടിക്ക് വേണ്ട, ഇതെനിക്ക് A+ ഒന്നും വേണ്ട, എനിക്കൊന്നും വേണ്ട എന്നുള്ള മനോഭാവമാണെങ്കിൽ ഏറ്റവും മികച്ച അധ്യാപകരെ കൊണ്ടിരുത്തി ക്ലാസ് കേൾപ്പിച്ചാലും ആ കുട്ടി പഠിക്കില്ല. പക്ഷെ നമ്മൾ അങ്ങനെയല്ല. നമ്മളൊക്കെ നല്ല കുട്ടികളാണ്, ക്ലാസ് എടുക്കുന്ന കുട്ടികളൊക്കെ നല്ല കുട്ടികളാണ്, നിങ്ങളൊക്കെ നല്ല കുട്ടികളാണ് അല്ലേ. നിങ്ങൾക്കൊക്കെ A+ വാങ്ങണം എന്നുള്ള അതിയായ ആഗ്രഹവുമുണ്ട്, എനിക്കറിയാം അല്ലേ. ശ്രദ്ധിക്കും. ഇനി ഇവിടെ ഹെഡിങ് കണ്ടോ നിങ്ങൾ? ഇങ്ങനെ സ്റ്റെപ്പായിട്ട് പോവുകയാണല്ലോ. ശ്രദ്ധിക്കട്ടോ. ഇപ്പോൾ ഹെഡിങ് കണ്ടോ? കാർട്ടീഷ്യൻ സൈൻ കൺവെൻഷൻ അല്ലേ. കാർട്ടീഷ്യൻ ചിഹ്ന രീതി. എന്താണ് സാറേ ഇത്? ഒരു വൃത്തികെട്ട പേര് അല്ലേ. മനസ്സിലാക്കാൻ പറ്റും. കാർട്ടീഷ്യൻ സൈൻ കൺവെൻഷൻ. മക്കളെ, ഇത് നിങ്ങൾ നോക്കേണ്ടത് സൈൻ എന്നുള്ളതാണ്. സൈൻ ചിഹ്നം. എന്താ മക്കളെ ചിഹ്നം അഥവാ സൈന്? നമ്മൾ പറയാറില്ലേ നെഗറ്റീവ് സൈൻ, പോസിറ്റീവ് സൈൻ എന്ന് പറയാറില്ലേ? എങ്കിൽ ഇവിടെ പറയുന്നത് ഈ പറയുന്ന നെഗറ്റീവ് സൈനിനെ കുറിച്ചും പോസിറ്റീവ് സൈനിനെ കുറിച്ചുമാണ്. ബേജാറാവേണ്ട ആവശ്യമില്ല, സിമ്പിൾ ആണ്. ഓക്കെ. അപ്പൊ കൺസെപ്റ്റ് മനസ്സിലാക്കാത്തൊരു കുട്ടിക്ക് ഈ നെഗറ്റീവ് സൈനും പോസിറ്റീവ് സൈനും കൃത്യമായി മനസ്സിലാവണമെന്നില്ല. ഞാനിപ്പോൾ ഇങ്ങോട്ട് താഴെ ഒരു ചിത്രം ഒരു ഭംഗിയായിട്ട് കൊടുത്തിട്ടുണ്ട്. പക്ഷെ നമുക്ക് ആ ചിത്രത്തിലേക്ക് പോകണ്ട, നമുക്ക് നേരത്തെ കണ്ട ആ ചിത്രത്തിലേക്ക് പോവാം. യെസ്. ഓക്കെ അല്ലേ? സെറ്റല്ലേ മക്കളെ? ശ്രദ്ധിക്കുക. തൽക്കാലം ഇതിനൊക്കെ ഒന്ന് വായിക്കട്ടെ കേട്ടോ. ഈ 6നെ വായിക്കുന്നു, ഓനൊക്കെ വായിക്കണം. ഇനി ശ്രദ്ധിക്കുക. നമ്മൾ യു എന്താന്ന് പറഞ്ഞല്ലോ. യു എന്നുള്ളത് ഒബ്ജക്റ്റിലേക്കുള്ള ദൂരമാണ്, വി എന്നുള്ളത് ഇമേജിലേക്കുള്ള ദൂരമാണ്. മക്കളെ, സൈൻ കൺവെൻഷൻ അപ്പൊ ചിഹ്നവുമായി ബന്ധപ്പെട്ടാണ് അല്ലേ. ഇവിടെ ഇത്രയേ ഉള്ളൂ. ചില സമയത്ത് നെഗറ്റീവ് സൈൻ കൊടുക്കേണ്ടി വരും, ചില സമയത്ത് പോസിറ്റീവ് സൈൻ. ഇപ്പം എക്സാമ്പിൾ പറയുകയാണെങ്കിൽ മക്കളെ, ഈ ഒബ്ജക്റ്റ് നിൽക്കുന്നത് ഈ ലെൻസിൽ നിന്നും ഒബ്ജക്റ്റ് നിൽക്കുന്നത് ഒരു 6 സെൻറ്റിമീറ്റർ അകലെയാണെന്ന് വിചാരിക്കുക. എത്ര സെൻറ്റിമീറ്റർ അകലെയാണ്? 6 സെൻറ്റിമീറ്റർ അകലെയാണ്. അതേപോലെ തന്നെ ഇവിടെ ഇമേജ് നിൽക്കുന്നത്, ഇതല്ലേ ഇമേജ്, ഇവിടെ അല്ലേ ഇമേജ്. അപ്പോൾ ഇമേജ് നിൽക്കുന്നത് ഇത്രയും ദൂരത്തല്ലേ. ആ ഇമേജ് നിൽക്കുന്നത് ഒരു 10 സെൻറ്റിമീറ്റർ അകലെയാണെന്ന് വിചാരിക്കുക. അപ്പോൾ നമുക്ക് എഴുതാം യു. നമുക്ക് ഞാൻ എഴുതുന്ന നോക്കിക്കോട്ടോ. യു ഈക്വൽ ടു 6 സെൻറ്റിമീറ്റർ, വി ഈക്വൽ ടു 10 സെൻറ്റിമീറ്റർ എന്ന് എനിക്ക് എഴുതാൻ പറ്റുമോ? എനിക്ക് ഇങ്ങനെ സിമ്പിളായിട്ട് എഴുതാൻ പറ്റില്ല. ഞാനിവിടെ എന്ത് ചെയ്യണം?
ഞാനിവിടെ ന്യൂ കാർട്ടീഷ്യൻ സൈൻ കൺവെൻഷൻ അപ്ലൈ ചെയ്തിട്ട് യുവിനും മക്കളെ യുവിന് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ, യു എന്നുള്ളത് പോസിറ്റീവ് 6 സെന്റിമീറ്റർ ആണോ നെഗറ്റീവ് 6 സെന്റിമീറ്റർ ആണോ എന്നുള്ളത് കൃത്യമായി സ്പെസിഫൈ ചെയ്ത് എഴുതണം. അതേപോലെ വി എന്നുള്ളത് നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ എന്നുള്ളത് സ്പെസിഫൈ ചെയ്ത് എഴുതണം. ഇതാണ് ന്യൂ കാർട്ടീഷ്യൻ സൈൻ കൺവെൻഷൻ. അങ്ങനെയാണെങ്കിൽ മക്കളെ ഞാൻ പറഞ്ഞു തരാം, ശ്രദ്ധിക്കുക. ഇവിടെ അല്ലേ ഒബ്ജക്റ്റ്. അപ്പോൾ നമ്മൾ ഒബ്ജക്റ്റിൽ നിന്നുള്ള ലൈറ്റ് റേസ് എങ്ങനെയാണ് പോവുക? ലൈറ്റ് റേസ് ഇങ്ങനെയല്ലേ പോവുക? ഇപ്പോൾ ഇങ്ങനെ പാരലായിട്ട് പോവുകയാണെങ്കിൽ ലൈറ്റ് റേസ് ഇവിടെ പോകുന്നത് ലെഫ്റ്റിൽ നിന്ന് റൈറ്റ് സൈഡിലേക്കല്ലേ? സംശയം ഉണ്ടോ? ലെഫ്റ്റിൽ നിന്ന് റൈറ്റ് സൈഡിലേക്കാണ് എന്ത് ചെയ്യുക, അവിടെ ലൈറ്റ് റേസ് പോവുക. അപ്പം അങ്ങനെയാണെങ്കിൽ മക്കളെ ശ്രദ്ധിക്കുക, ലൈറ്റ് റേസിൻ്റെ ഡയറക്ഷനിലുള്ളതിനൊക്കെ പോസിറ്റീവ് സൈനാണ്. ലൈറ്റ് റേസിൻ്റെ ഡയറക്ഷനിലുള്ളത് നമ്മൾ എന്തെങ്കിലും മെഷർ ചെയ്യുകയാണെങ്കിൽ അത് പോസിറ്റീവും, ലൈറ്റ് റേസിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ അളക്കുകയാണെങ്കിൽ അതൊക്കെ നെഗറ്റീവുമാണ്. സാറേ മനസ്സിലായിട്ടില്ല, നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല, എനിക്കറിയാം മക്കളെ. വേറൊരു കാര്യം പറയാം, വേറെ രൂപത്തിൽ ഇത് പറയാം. നമുക്ക് ഇവിടെ അല്ലേ ലെൻസ്, ഇതാണ് ലെൻസ്. ഈ ഒബ്ജക്റ്റ് നിൽക്കുന്നത് ലെൻസിൻ്റെ ഇടതുഭാഗത്താണോ വലതുഭാഗത്താണോ? ഇടതുഭാഗത്താണോ വലതുഭാഗത്താണോ? സാറേ ഇടതുഭാഗത്ത്. എങ്കിൽ നമ്മൾ മെഷർ ചെയ്യുക ഇടത്തേക്ക്. ലെൻസാണ് സെൻറ്റർ കേട്ടോ, ലെൻസ് എന്നാണ് നമ്മൾ എന്തും മെഷർ ചെയ്യുക അല്ലേ? അപ്പം ഈ ലെൻസിൻ്റെ ഇടതുഭാഗത്തേക്കുള്ള ദൂരം അല്ലേ അതെത്രയാ? 6 സെന്റിമീറ്റർ ആണ് അല്ലേ? നല്ല ശ്രദ്ധിക്കുക, ലെൻസിന്റെ ഇടതുഭാഗത്തേക്കുള്ള ദൂരം എത്രയാണ്? 6 സെന്റിമീറ്റർ. അപ്പൊ ഇടതുഭാഗത്തേക്ക് എന്ത് മെഷർ ചെയ്യാണ് എന്നുണ്ടെങ്കിലും അത് നെഗറ്റീവാണ്. അങ്ങനെ ആകുമ്പോൾ യു എന്നുള്ളത് നെഗറ്റീവ് 6 സെന്റിമീറ്റർ ആണ് വരിക. ഇനി ലെൻസിന്റെ വലതുഭാഗത്തേക്ക് എന്ത് മെഷർ ചെയ്താലും അതെന്താ വരിക? അത് പോസിറ്റീവ് ആണ്. നോക്കൂ മക്കളെ, ഇവിടെ നോക്ക്, ഇമേജ് നിൽക്കുന്നത് ലെൻസിന്റെ റൈറ്റ് സൈഡിലല്ലേ? അപ്പൊ റൈറ്റ് സൈഡിലേക്കല്ലേ ഇമേജിലേക്കുള്ള ദൂരം അളക്കേണ്ടത്? ഇപ്പൊ എൻ്റെ ഈ റൈറ്റ് സൈഡിൽ ഒരു വീടുണ്ട്, ആ വീട്ടിലേക്കുള്ള ദൂരം ഞാൻ എങ്ങനെ അളക്കുക? ഞാൻ റൈറ്റ് സൈഡിലേക്ക് പോയിട്ടല്ലേ അളക്കുക. അപ്പൊ റൈറ്റ് സൈഡിലേക്ക് നമ്മൾ പോയിട്ട് അളക്കുകയാണെങ്കിൽ ലെൻസിന്റെ കാര്യത്തിൽ അത് പോസിറ്റീവാണ്. ഇനി എൻ്റെ ലെഫ്റ്റ് സൈഡിൽ വീടുണ്ട്, ലെഫ്റ്റ് സൈഡിലേക്ക് ഞാൻ പോയ വീട്ടിലേക്ക് ഇവിടുന്ന് വീടത്തെ ദൂരത്തേക്ക് നോക്കുകയാണെങ്കിൽ ഞാൻ ലെഫ്റ്റ് സൈഡിലേക്ക് പോയിട്ടല്ലേ അളക്കുക. അപ്പൊ ലെൻസിന്റെ കാര്യത്തിൽ ലെഫ്റ്റ് സൈഡിലേക്ക് നമ്മൾ എന്ത് മെഷർ ചെയ്താലും നെഗറ്റീവ്, റൈറ്റ് സൈഡിലേക്ക് എന്ത് മെഷർ ചെയ്താലും എന്താണ്? അത് പോസിറ്റീവ്. അതുകൊണ്ട് മക്കളെ ഇവിടെ എന്താ വരിക? പോസിറ്റീവാ വരിക. അപ്പം യു എന്നുള്ളത് -6 സെന്റിമീറ്ററും വി എന്നുള്ളത് +10 സെന്റിമീറ്ററുമാണ് വരിക. ഇതാണ് നമ്മുടെ സൈൻ കൺവെൻഷൻ ചിഹ്ന രീതി. പ്രശ്നമുണ്ടോ? ചിഹ്നമിടുകയാണ്, നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ എന്നുള്ള ചിഹ്നമിടുന്ന രീതി ഇതാണ് മക്കളെ. ഇനി ശ്രദ്ധിക്കുക. അപ്പോൾ ഇത് കഴിഞ്ഞു സാറേ, ഇത്രയുള്ള പരിപാടി കഴിഞ്ഞിട്ടില്ല. ഞാൻ തൽക്കാലം ഇതൊക്കെ ഒന്ന് മായ്ക്കട്ടെ കേട്ടോ, കാരണം നിങ്ങൾക്ക് എല്ലാം കൂടെ ഇവിടെ വരയ്ക്കുമ്പോൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവുന്നതുകൊണ്ട് തൽക്കാലം ഇത് മാത്രമേ മായ്ക്കുകയാണ്. ഓക്കെ, ഇനി മക്കളെ ശ്രദ്ധിക്കുക, സൈൻ കൺവെൻഷൻ കഴിഞ്ഞോ? ഇല്ല. ഇതെന്തിനാ സാറേ ഇങ്ങനെ നെഗറ്റീവും പോസിറ്റീവും ഇടുന്നത്? നമുക്ക് കണക്ക് ചെയ്യുമ്പോൾ ഈ നെഗറ്റീവും പോസിറ്റീവും ഇട്ടിട്ട് കണക്ക് ചെയ്യാൻ പറ്റുള്ളൂ. നേരെ കണക്ക് അത് യു ഇത്ര 6 വി ഇത്ര 8 നമ്മൾ കണക്ക് ചെയ്യാം എന്നല്ല, ചിഹ്നം ഇടണം. ഓക്കെ മക്കളെ ശ്രദ്ധിക്കാം. നോക്ക്, ഇവിടെ ഒബ്ജക്റ്റിലേക്ക് എല്ലാവരും കണ്ണ് തുറന്ന് നോക്കൂ. ഒബ്ജക്റ്റിലേക്ക് ഒബിയിലേക്ക് നോക്ക്. ഇതിന് ഞാൻ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇത് മുകളിലേക്കല്ലേ, ഒബ്ജക്റ്റ് മുകളിലേക്കല്ലേ നിൽക്കുന്നത് അല്ലേ? ഹൈറ്റ് ഓഫ് ദ ഒബ്ജക്റ്റ് സാറേ, ഹൈറ്റ് ഓഫ് ദ ഒബ്ജക്റ്റ്, വസ്തുവിൻ്റെ ഉയരം. ഈ ഒബ്ജക്റ്റിന് ഒരു ഹൈറ്റ് ഉണ്ടെന്ന് വിചാരിക്കുക. ഇതിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് ഈ ഒരു ഹൈറ്റ് അല്ലേ, ഇങ്ങനെ മെഷർ ചെയ്യുക, ആരോ മാർക്ക് കിട്ടും, മെഷർ ചെയ്യുക വിചാരിച്ചോ. നമുക്കിതിൻ്റെ ഹൈറ്റ് കിട്ടി, ഇതൊക്കെ ഒന്നും വേണ്ട, ഇതിൻ്റെ ഹൈറ്റ് നമുക്ക് കിട്ടി. ഇതിൻ്റെ ഹൈറ്റ് 5 സെൻറ്റിമീറ്റർ ആണെന്ന് വെറുതെ വിചാരിക്കുക. ഹൈറ്റ് ഓഫ് ദ ഒബ്ജക്റ്റ് 5 സെൻറ്റിമീറ്റർ ആണ്. അപ്പം ഞാൻ എന്താ പറഞ്ഞത്? വസ്തുവിൻ്റെ ഉയരം, ഹൈറ്റ് ഓഫ് ദ ഒബ്ജക്റ്റ് എന്നല്ലേ. അപ്പം നമുക്ക് അതിനെ ഒരു പേര് വിളിക്കാം. എന്താ പേരെന്നറിയാം കാരണം ഇവിടെ എഴുതാട്ടോ, ഇവിടെ എഴുതുകയാണ്, ശ്രദ്ധിക്കുക, ഇവിടെ എഴുതുകയാണ്. ഹൈറ്റ് ഓഫ് ദ ഒബ്ജക്റ്റിനെ മക്കളെ HO എന്നെഴുതാം. എന്തെഴുതാം? HO, ഹൈറ്റ് ഓഫ് ദ ഒബ്ജക്റ്റ്, HO എന്നെഴുതാം. അപ്പോൾ മക്കളെ ഈ HO എന്ന് പറയുന്നത് ഞാൻ എത്ര പറഞ്ഞത്? തൽക്കാലം അത് 5 സെൻറ്റിമീറ്റർ എന്ന് കിടക്കട്ടെ. ഓക്കെ, ഇനി നേരെ ഇമേജിലേക്ക് വന്നു. ഇമേജ് വലിയ ആളാണല്ലേ,
വലിയ സാധനമാണ് അല്ലേ. നമുക്ക് മക്കളെ ഇമേജ് എന്ന് പറയുന്നത് താഴേക്കാണ്, താഴേക്ക് തലകുത്തനെ ആയതുകൊണ്ട് താഴേക്കാണ്. അത് റിയൽ ഇമേജ് ആണ്. തലകുത്തനുള്ളതൊക്കെ റിയൽ ആൻഡ് ഇൻവേർട്ടഡ് അല്ലേ, യഥാർത്ഥ പ്രതിബിംബമാണ് അല്ലേ. ഇതിനൊരു 10 കിടക്കട്ടെ, ഇതൊരു 10 ഹൈറ്റ് ഓഫ് ദ ഇമേജ് അല്ലേ, ഒരു 10 സെൻറ്റിമീറ്റർ ഉണ്ടായിക്കോട്ടെ. ഹൈറ്റ് ഓഫ് ദ ഇമേജ് പറയുമ്പോൾ ഷോർട്ട് എങ്ങനെ പറയുമ്പോൾ ഹൈറ്റ് ഓഫ് ദ ഒബ്ജക്റ്റിനെ, വസ്തുവിൻ്റെ ഉയരത്തെ 5HO എന്ന് പറഞ്ഞു, 5 സെൻറ്റിമീറ്റർ എഴുതി. എങ്കിൽ ഹൈറ്റ് ഓഫ് ദ ഇമേജിനെ നമുക്ക് എന്ത് പറയാം? യെസ്, HI എന്ന് പറയാം. അതൊരു 10 സെൻറ്റിമീറ്ററും എന്ന് ഞാൻ പറഞ്ഞു, 10 cm അല്ലേ മക്കളെ. ഇവിടെയും നമ്മൾ ന്യൂ കാർട്ടീഷ്യൻ സൈൻ കൺവെൻഷൻ ഉപയോഗിക്കണം. ഇത്രയേ ഉള്ളൂ. മുകളിലേക്കല്ലേ ഒബ്ജക്റ്റ് നിൽക്കുന്നത്, മുകളിലേക്ക് എന്തോ നിൽക്കുകയാണെങ്കിൽ നമ്മളിപ്പം ഒരു കൊടിമരം നാട്ടിയിട്ട് വിചാരിക്കുക, ആ കൊടിമരത്തിന്റെ ഉയരം അളക്കണമെങ്കിൽ നമുക്ക് ഇങ്ങനെ താഴെ നിന്ന് മുകളിലേക്ക് അളക്കണ്ടേ? താഴെ നിന്ന് മുകളിലേക്ക് അളക്കണമെന്നുണ്ടെങ്കിൽ, മുകളിലേക്ക് അളക്കുകയാണെങ്കിൽ അതിൻ്റെ സൈൻ പോസിറ്റീവ് സൈൻ. താഴേക്ക് അളക്കുകയാണെങ്കിലോ, ഇത് കിണറുണ്ട്, കിണറിന് എത്ര ആഴമുണ്ടെന്ന് നോക്കണം, താഴേക്കല്ലേ അളക്കുക, എങ്കിൽ താഴേക്ക് അളക്കുകയാണെങ്കിൽ നെഗറ്റീവ് സൈൻ. നമുക്ക് മനസ്സിലാവുമ്പോൾ കിട്ടും, നമുക്ക് ആരോഗ്യത്തിന് കിട്ടും. ലെഫ്റ്റിലേക്ക് നെഗറ്റീവ്, റൈറ്റിലേക്ക് പോസിറ്റീവ്, മുകളിലേക്ക് പോസിറ്റീവ്, താഴേക്കു നെഗറ്റീവ്. ഇതാണ് സൈൻ കൺവെൻഷൻ. കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് മനസ്സിലാക്കേണ്ടത് കോൺവെക്സ് ലെൻസിൻ്റെ അതുപോലെ കോൺകേവ് ലെൻസിൻ്റെ ഒക്കെ ഫോക്കൽ ലെങ്ത്തുകൾ പോസിറ്റീവാണോ നെഗറ്റീവാണോ വരിക എന്നുള്ളതാണ്. അതുകൂടി പറയാം, ശ്രദ്ധിക്കാം. ഇവിടെ നോക്കൂ മക്കളെ, അപ്പോൾ ബുദ്ധിമുട്ടുണ്ടോ? ഇതാണ് സൈൻ കൺവെൻഷൻ കേട്ടോ. വസ്തു ഇടതുഭാഗത്താണ് വെക്കുക, അപ്പോൾ ഇടതുഭാഗത്തേക്ക് എന്ത് മെഷർ ചെയ്താലും നെഗറ്റീവ്, വലതുഭാഗത്തേക്ക് പോസിറ്റീവ്, മുകളിലേക്ക് പോസിറ്റീവ്, താഴേക്ക് പോസിറ്റീവ്. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഇനി മക്കളെ ഇത് നമുക്ക് കിട്ടി അല്ലേ, പ്രശ്നമൊന്നുമില്ലല്ലോ. ഇനി ഒരു കോൺവെക്സ് ലെൻസിന്റെ ഫോക്കൽ ലെങ്ത്, ഒരു കോൺവെക്സ് ലെൻസിന്റെ ഫോക്കൽ, നല്ലോണം ശ്രദ്ധിക്കുക കേട്ടോ, നല്ലോണം ശ്രദ്ധിച്ചേ. കോൺവെക്സ് ലെൻസിന്റെ ഫോക്കൽ ലെങ്ത് എന്ന് പറയുമ്പോൾ അതൊരു കോൺവെക്സ് ലെൻസിന്റെ ഫോക്കൽ ലെങ്ത് റൈറ്റ് സൈഡിലേക്കാണ് മെഷർ ചെയ്യുക. ഇങ്ങനെ മക്കളെ, റൈറ്റ് സൈഡിലേക്കാണ് മെഷർ ചെയ്യുക. അതുകൊണ്ട് ഒരാൾ പറയാണ് ഒരു കോൺവെക്സ് ലെൻസിന്റെ എഫ് എന്ന് പറയുന്നത് 5 ഇത് പോസിറ്റീവ് ആയിരിക്കും നെഗറ്റീവ് ആയിരിക്കുമോ? അത് പോസിറ്റീവ് ആയിരിക്കും. കാരണം ഒരു കോൺവെക്സ് ലെൻസിന്റെ ഫോക്കസ് ദൂരം മെഷർ ചെയ്യുക റൈറ്റ് സൈഡിലേക്കായിരിക്കും. ഈ നമുക്കറിയാം ലെൻസിൽ നിന്നും എഫിലേക്കുള്ള ദൂരമാണ്. അപ്പൊ സാറേ ലെഫ്റ്റ് സൈഡിലും എഫ് ഉണ്ടല്ലോ, ലെഫ്റ്റ് സൈഡിലും എഫ് ഉണ്ടെങ്കിൽ പോലും ഒരു കോൺവെക്സ് ലെൻസിന്റെ ഫോക്കൽ ലെങ്ത് മെഷർ ചെയ്യുക റൈറ്റ് സൈഡിലേക്ക് ആയതുകൊണ്ട് ഒരു കോൺവെക്സ് ലെൻസിന്റെ ഫോക്കസ് ദൂരം എപ്പോഴും 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 എന്തായിരിക്കും വരിക? പോസിറ്റീവ് ആയിരിക്കും വരിക. ഇനി അതേ സമയത്ത് കോൺകേവ് എടുക്കുകയാണെങ്കിൽ മക്കളെ, കോൺകേവ് ഫിഗർ പ്രകാരം പറഞ്ഞുതരാം, അതാവും നല്ലത്. സോറി, അതെപ്പെടുത്തി. കോൺകേവ് ലെൻസിന്റെ, ശ്രദ്ധിക്കുക മക്കളെ, കോൺകേവ് ലെൻസിന്റെ ഫോക്കസ് എവിടെയാ ഫോം ചെയ്തേ? റൈറ്റ് സൈഡിലാണോ ലെഫ്റ്റ് സൈഡിലാണോ? ലെഫ്റ്റ് സൈഡിലല്ലേ. അതുകൊണ്ട് ഒരു കോൺകേവ് ലെൻസിന്റെ ഫോക്കസ് ദൂരം, ഫോക്കൽ ലെങ്ത് 5 സെന്റിമീറ്റർ ആണ് ഈ ദൂരമെങ്കിൽ എഫ് ഈസ് ഈക്വൽ ടു -5 സെന്റിമീറ്റർ എന്നേ പറയുള്ളൂ. ബുദ്ധിമുട്ടുണ്ടോ? -5 സെന്റിമീറ്റർ. ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കുക, കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഇനി ഇവിടേക്ക് വന്നേ നോക്ക് മക്കളെ, ഇവിടെ ഒരു ചിത്രം കാണിച്ചു നോക്ക്. കോൺവെക്സ് ലെൻസ് ചിത്രം നോക്ക് മക്കളെ. ഇത് റൈറ്റ് സൈഡിലല്ലേ, ഇവിടുന്ന് ഇവിടേക്കുള്ള ദൂരമല്ലേ ഫോക്കൽ ലെങ്ത്, ഫോക്കസ് ദൂരം. അപ്പോൾ കോൺവെക്സ് ലെൻസിന്റെ ഫോക്കസ് ഫോം ചെയ്തത് റൈറ്റ് സൈഡിലല്ലേ? യെസ്. നമ്മൾ പോയിന്റ് ഇടുമ്പോൾ എഫ് റൈറ്റിലും ലെഫ്റ്റിലും ഫോം ചെയ്യുന്നുണ്ടെങ്കിലും പോയിന്റ് ഇടുമെന്നുണ്ടെങ്കിലും കൃത്യമായിട്ട് ഫോക്കസ് ദൂരം കോൺവെക്സിന്റെ റൈറ്റ് സൈഡിലേക്കാണ്. അതുകൊണ്ട് അത് പോസിറ്റീവാണ്. എങ്കിൽ കോൺകേവിന്റെ എന്താ മക്കളെ വരിക? അത് നെഗറ്റീവാണ്. ഇത് മാറരുത്. എക്സാമിന് ചോദ്യം വരുമ്പം ഒരു കോൺകേവ് ലെൻസിന്റെ ഫോക്കസ് ദൂരം 10 സെന്റിമീറ്റർ ആണെന്ന് പറയും. നമ്മൾ അതുകൊണ്ട് തന്നെ പോസിറ്റീവ് 10 ആണോ നെഗറ്റീവ് 10 ആണോ ചിന്തിക്കണം. അപ്പൊ കോൺകേവ് ലെൻസ് ആയതുകൊണ്ട് യെസ് അത് നെഗറ്റീവ് ആണ്. ഇനി കോൺവെക്സ് ആണെങ്കിൽ യെസ് അത് പോസിറ്റീവ് ആണെന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഓക്കെ, ഇനി യെസ്, ഇനി ഇത്രയും കാര്യം പറഞ്ഞു. ഇനി ഫിഗറിലേക്ക് നോക്കുക. അപ്പൊ ഞാനൊരു കാര്യം കൂടെ പറയട്ടെ. ടെക്സ്റ്റ് ബുക്കിൽ അതിന് വേറൊരു മെത്തേഡാണ് കാണിച്ചിട്ടുള്ളത്. ലൈറ്റ് റേയുടെ ഡയറക്ഷനിലാണെങ്കിൽ അത് പോസിറ്റീവും, ലൈറ്റ് റേയുടെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണെങ്കിൽ അത് നെഗറ്റീവും എന്നൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾ അത്ര കൺഫ്യൂഷനായി ചിന്തിക്കേണ്ട, ഈ ഒരു മെത്തേഡ് കീപ്പ് ചെയ്യാം. ഓക്കെ മക്കളെ, ഇവിടെ നമ്മൾ പറയാണ്, ഇവർ പറയുന്നത്
ഈ ഒരു ചിത്രം പ്രകാരം ഈ ടേബിൾ ഫില്ല് ചെയ്യാനാണ്. ഈ ചിത്രം മനസ്സിലാക്കി ടേബിൾ ഫില്ല് ചെയ്യുക. അപ്പോൾ ഇവിടെ എന്താ വെച്ചാൽ ഈ ചിത്രപ്രകാരം നമുക്ക് യുവും വിയും എഫും എച്ച് ഒയും എച്ച് ഐ ഒക്കെ ഫില്ല് ചെയ്യണം എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞുതരാം, നമുക്ക് നോക്കാം. ഈ ഫിഗറിലേക്ക് എല്ലാവരും നോക്കൂ, ഈ ഫിഗറിലേക്ക് എല്ലാവരും നോക്കൂ. ഇവിടെ മക്കളെ ആദ്യം യു എഴുതാം നമുക്ക് അല്ലേ. ആദ്യം യു എഴുതാം. ശ്രദ്ധിക്കുക മക്കളെ, ഇവിടെ യു അതായത് ഓയിൽ നിന്ന് ഒബ്ജക്റ്റിലേക്കുള്ള ദൂരമാണ് യു അല്ലേ. അപ്പോൾ ഇവിടെ അവർ യു കൊടുത്തിട്ടുണ്ട് അല്ലേ. യു എത്ര കൊടുത്തുള്ളത്? യു എന്ന് പറയുന്നവർ കൊടുത്തുള്ളത് 25 സെൻറ്റിമീറ്ററാണ്. അപ്പം ഓയിലിൻ്റെ ലെൻസിൻ്റെ ലെഫ്റ്റ് സൈഡിലല്ലേ ആ ദൂരം മെഷർ ചെയ്യുക, ലെഫ്റ്റ് സൈഡിലേക്ക് പോയിട്ടല്ലേ ആ ദൂരം മെഷർ ചെയ്യുക. അതുകൊണ്ട് മക്കളെ ശ്രദ്ധിക്കുക, അതുകൊണ്ട് യു എന്ന് പറയുന്നത് എന്താ, സോറി പേനെടുത്തില്ല, യു എന്ന് പറയുന്നത് എന്താ വരിക, -25 സെൻറ്റിമീറ്റർ ആയതുകൊണ്ട് സെൻറ്റിമീറ്റർ, ചിലപ്പോൾ മീറ്ററിലേക്ക് വരും, അത് ഇമ്പോർട്ടൻ്റ് അല്ല, അവിടെ മീറ്റർ ഇട്ടാൽ മതിയാവും. ഇനി നമുക്ക് വി കണ്ടുപിടിക്കണം അല്ലേ മക്കളെ. വി നോക്കി, വി നോക്ക്. വി എന്ന് പറയുന്നത് ഇമേജിലേക്കുള്ള ദൂരം അല്ലേ, ഇമേജിലേക്കുള്ള ദൂരം പ്രതിബിംബത്തിലേക്കുള്ള ദൂരമാണ് അല്ലേ. അപ്പം ലെൻസിൽ നിന്നും ഇത്രയും ദൂരത്താണ് ആര്, ഇമേജ് ഉള്ളത് അല്ലേ. സംശയമുണ്ടോ? ഇത്രയും ദൂരത്തല്ലേ ഇമേജ് ഉള്ളത്. ആ അകലം എത്രയാണ് കൊടുത്തുള്ളത്? 100 സെൻറ്റിമീറ്ററാണ്. 100 സെൻറ്റിമീറ്റർ. അത് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ വരിക? റൈറ്റ് സൈഡിലേക്ക് ആയതുകൊണ്ട് മക്കളെ അത് പോസിറ്റീവ് അല്ലേ വരിക. സംശയം ഉണ്ട് നിങ്ങൾക്ക്? അത് പോസിറ്റീവ് അല്ലേ വരിക. അപ്പോൾ അതുകൊണ്ട് വി എന്നുള്ളത് പോസിറ്റീവ് 100 സെൻറ്റിമീറ്റർ. കുഴപ്പമുണ്ടോ? പ്രശ്നമുണ്ടോ? സിമ്പിൾ അല്ലേ? ഇനി നമുക്ക് എന്താ കണ്ടുപിടിക്കണ്ടേ? ഇനി നമുക്ക് അടുത്തത് വേറെ വരയ്ക്കാട്ടോ. യെസ്, ഇനി കണ്ടുപിടിക്കാനുള്ളത് എച്ച് ഒ, ഹൈറ്റ് ഓഫ് ദ ഒബ്ജക്റ്റ്, വസ്തുവിൻ്റെ ഉയരം. വസ്തു മുകളിലേക്ക് നിൽക്കുന്നതായത് കൊണ്ട് തന്നെ എപ്പോഴും എച്ച് ഒ എന്താ വരിക, പോസിറ്റീവാ വരിക. എപ്പോഴും യു എന്താ വരിക, നെഗറ്റീവാ വരിക. അതിനൊരു സത്യം പുറത്തു വിടുകയാണ് അല്ലേ. യു എപ്പോഴും നെഗറ്റീവ് ആയിരിക്കും, എച്ച് ഒ എപ്പോഴും എന്തായിരിക്കും, പോസിറ്റീവായിരിക്കും. പക്ഷേ വി എപ്പോഴും പോസിറ്റീവ് ആയിരിക്കുമോ? ഇല്ലല്ല. ഇപ്പം എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഈ ഇമേജ് റൈറ്റ് സൈഡിൽ ഫോം ചെയ്യാനും സാധ്യത ഉണ്ട്. ചിലപ്പോൾ പക്ഷെ എന്ത് ചെയ്യാം, ഈ ഇമേജ് ലെഫ്റ്റ് സൈഡിലും ഫോം ചെയ്യാം, ലെഫ്റ്റ് സൈഡിലും ഇമേജ് ഫോം ചെയ്യാം. അപ്പം ഇമേജ് റൈറ്റ് സൈഡിലാണോ ലെഫ്റ്റ് സൈഡിലാണോ എന്നുള്ളത് നോക്കിയിട്ടാണ് എന്ത് വരില്ല, നെഗറ്റീവും പോസിറ്റീവും എല്ലാം. ഓക്കെ, എന്തായാലും എച്ച് ഒ നോക്കും മക്കളെ. എച്ച് ഒ കൊടുത്തിട്ടുണ്ട് ഇവിടെ അല്ലേ. എച്ച് ഒ എത്ര കൊടുത്തത്? എച്ച് ഒ എന്ന് പറയുന്നത് 1 സെൻറ്റിമീറ്റർ ആണ്. മുകളിലേക്കായതുകൊണ്ട് എച്ച് ഒ എന്താ വരിക, +1 സെൻറ്റിമീറ്റർ. ബുദ്ധിമുട്ടുണ്ടോ? ഇനി എച്ച് ഇമേജ് തല കുത്തനെ ആയതുകൊണ്ട് താഴേക്കല്ലേ വരിക. അതുകൊണ്ട് എച്ച് ഐ എന്നുള്ളത് 4 സെൻറ്റിമീറ്റർ കൊടുത്തിട്ടുണ്ട് അല്ലേ. അപ്പം എന്താ വരിക, താഴ്ഭാഗത്തേക്കായതുകൊണ്ട് എച്ച് ഐ എന്നുള്ളത് ഹൈറ്റ് ഓഫ് ദ ഇമേജ്, പ്രതിബിംബത്തിൻ്റെ ഹൈറ്റ് എന്നുള്ളത് ഇവിടെ -4 സെൻറ്റിമീറ്റർ. ബുദ്ധിമുട്ടുണ്ടോ? ഇങ്ങനെയാണ് വരയ്ക്കേണ്ടത്. വേറെ കാര്യം കൂടി ഉണ്ട്, ഫോക്കൽ ലെങ്ത് കൂടി എഴുതണം അല്ലേ. കോൺവെക്സ് ലെൻസ് ആയതുകൊണ്ട് ഫോക്കസ് മെഷർ ചെയ്യുക എങ്ങോട്ടാണ് മക്കളെ, റൈറ്റ് സൈഡിലേക്കല്ലേ. അപ്പം എന്താ വരിക, എഫ് 20 സെൻറ്റിമീറ്റർ കൊടുത്തിട്ടുണ്ട് റൈറ്റ് സൈഡിലേക്ക് ആയതുകൊണ്ട് എഫ് എന്നുള്ളത് പോസിറ്റീവ് 20 സെൻറ്റിമീറ്റർ എന്നുള്ളതാണ്. അപ്പം ഈ ഒന്ന് എത്ര ഉണ്ട്, 1 2 3 4 5 കാര്യങ്ങൾ അത് കൃത്യമായിട്ട് ഒരു കുട്ടിക്ക് എഴുതാൻ കഴിഞ്ഞെങ്കിൽ മാത്രമേ നമ്മുടെ ചാപ്റ്ററിലേക്ക് കടക്കാൻ പറ്റുള്ളൂ. ഓക്കെ, ഞാൻ കഴിഞ്ഞ കൊല്ലത്തെ റിവിഷൻ ക്ലാസ്സിന് ഞാൻ ഒരു സെൻറ്ററിൽ പോയ സമയത്തിന് ഈ ക്ലാസ് ആയിരുന്നു. കുറേ കുട്ടികൾക്ക് ഇങ്ങനെയുള്ള ബേസിക് പോലും അറിയില്ല. അപ്പം ഞാൻ പറഞ്ഞു, മക്കളെ നിങ്ങളിത് പഠിക്കാതെ, അപ്പം അവർ പറഞ്ഞത് സാറേ ഞങ്ങൾ കരുതി അവസാന സമയത്ത് ഇതൊക്കെ പിടിക്കാൻ പറ്റും. ഞാൻ പോകുന്നത് ഫിസിക്സിൻ്റെ എക്സാം 2 ദിവസം മുന്നെയാണ്. അപ്പം അവർ പറയുന്നത് സാറേ ഇത് പിടിക്കാൻ പറ്റും എന്ന് കരുതി, പക്ഷെ ഇത് കൈ വിട്ടുപോയി സാറേ. അപ്പം ഞാൻ ഉള്ള സമയത്ത് പരമാവധി അവർക്ക് പറഞ്ഞു കൊടുത്തു. പക്ഷേ ആ ഒരു ലിമിറ്റഡ് ആയിട്ടുള്ള സമയത്ത് ഇത് മനസ്സിലാക്കുന്നതിന് ബുദ്ധിമുട്ടുണ്ട്. അപ്പം അങ്ങനെ ഒരു അവസ്ഥ നമുക്ക് ഉണ്ടാവാതിരിക്കട്ടെ. നമ്മൾ കൃത്യമായിട്ട് എന്ത് ചെയ്യട്ടെ, നമ്മൾ ഇപ്പം തന്നെ അത് പഠിച്ച് അത് ക്ലിയർ ചെയ്ത് നമ്മൾ പോകണം. ഓക്കെ മക്കളെ, ഈ കാര്യം പറയട്ടെ. ഈ ഫിഗർ ഉണ്ട്, നിങ്ങൾ ഈ ഫിഗർ തന്നെയാണ് ഇത്. ഈ ഫിഗർ ഇവിടെ മാറ്റം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ
ഇത് അവർ അതിൻ്റെ നേരെ ഓപ്പോസിറ്റായി ഇവിടെയാണ് വസ്തുവെങ്കിൽ വസ്തുവിനെ എന്ത് ചെയ്തു ഇവിടെ വെച്ചു. ഇനി ഇമേജ് ഇവിടെ ഫോം ചെയ്തെങ്കിൽ ഇമേജ് എന്ത് ചെയ്തു ഇവിടെ ഈ ഭാഗത്തായിട്ട് ഫോം ചെയ്തു. അങ്ങനെ കൊടുത്തതിന് കാരണം എന്ന് വെച്ചാൽ നമുക്ക് വേറൊരു കൺസെപ്റ്റ് പഠിപ്പിച്ചിരുന്നു. അതായത് ലൈറ്റ് റേയുടെ ഡയറക്ഷനിലാണ് എന്നുണ്ടെങ്കിൽ അത് പോസിറ്റീവും, ലൈറ്റ് റേയുടെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് നമ്മൾ മെഷർ ചെയ്യുന്നെങ്കിൽ അത് നെഗറ്റീവും എന്ന് വരും എന്നുള്ളതാണ് ഞാൻ പറഞ്ഞ ഒരു കൺസെപ്റ്റ്. ഞാൻ പറഞ്ഞിട്ടുള്ള ഈ ഒരു കണ്ടന്റ് നമ്മൾ എങ്ങനെയാണോ വരച്ചത് പഠിച്ചത് ആ രൂപത്തിൽ നിങ്ങൾ പോയാൽ മതി. ഒരു പ്രശ്നവും നിങ്ങൾക്ക് സംഭവിക്കില്ല. നിങ്ങൾക്ക് ഫുൾ മാർക്ക് തന്നെ കിട്ടും. കൺഫ്യൂഷൻ അടിക്കാൻ നിൽക്കണ്ട. ഓക്കെ മക്കളെ, ഇനിയാണ് നമ്മൾ ലെൻസ് ഇക്വേഷൻ. മക്കളെ നോക്ക്, സ്ക്രീനിലേക്ക് നോക്കുക. ഇവിടെ ഫോക്കൽ ലെങ്ത് അല്ലേ ഇക്വേഷൻ കൊടുത്തിരിക്കുകയാണ്. 1/f ഈസ് ഈക്വൽ ടു എഫ് എന്താ ഫോക്കൽ ലെങ്ത് ആണ് അല്ലെ. 1/f ഈസ് ഈക്വൽ ടു 1/v. v എന്താ ഇമേജിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ് അല്ലെ, പ്രതിബിംബത്തിലേക്കുള്ള അകലം. എവിടെ നിന്ന്? ലെൻസിൽ നിന്ന് അഥവാ ഓയിൽ നിന്ന് പ്രതിബിംബത്തിലേക്കുള്ള അകലം. യു അല്ലെ, എന്താ യു എന്താ? യെസ്, വസ്തുവിലേക്കുള്ള അകലം, അതായത് ലെൻസിൽ നിന്നും ഒബ്ജക്റ്റിലേക്കുള്ള അകലം. അപ്പൊ ഈ മൂന്നാൾക്കാരെയും ആരൊക്കെയാ മൂന്നാൾക്കാര്? ഫോക്കൽ ലെങ്ത് അല്ലെ, വസ്തുവിലേക്കുള്ള ദൂരം, അതായത് ഒബ്ജക്റ്റിലേക്കുള്ള ദൂരം, ഇമേജിലേക്കുള്ള ദൂരം, ഈ മൂന്നാളുകളെയും കണക്ട് ചെയ്ത് വരച്ചുണ്ടാക്കിയിട്ടുള്ള ഇക്വേഷൻ ആണ് ഇത്. 1/f ഈസ് ഈക്വൽ ടു 1/v മൈനസ് 1/u. അടിപൊളി ഇക്വേഷൻ ആണ്. കൺസെപ്റ്റ് അറിയാതെ നമുക്ക് ഈ ചാപ്റ്ററിൽ നിന്നുള്ള ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം ചെയ്യാൻ കഴിയില്ല മക്കളെ. അപ്പൊ യു എന്താന്ന്? വസ്തുവിലേക്കുള്ള ദൂരം, പ്രതിബിംബത്തിലേക്കുള്ള ദൂരം നമ്മൾ പറഞ്ഞതാണ്. എനിക്ക് ഒരു വീഡിയോ അവിടെ കൊടുത്തിട്ടുണ്ട് അല്ലേ. ഇനി മക്കളെ എഫ് നോക്ക്, എഫ് എന്താ എന്നുള്ളത്. അത് എഫിന്റെ ഈ ഇക്വേഷൻ തന്നെയാണ്. ഇക്വേഷൻ സാറേ ഇത് വേറെ ഇക്വേഷൻ ആണോ? അല്ല മക്കളെ, സെയിം ഇക്വേഷൻ ആണ്. ഇക്വേഷനിൽ മാറ്റങ്ങളൊന്നുമില്ല. അതായത് ഇവിടെ എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് വായിക്കുന്നുണ്ട്, എല്ലാം ഒന്ന് വായിച്ചോട്ടെ. ഇവിടെ എന്താ സംഭവിച്ചത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ ഈ ഇക്വേഷനെ 1/f എന്ന് പറയുന്ന ഈ ഇക്വേഷനെ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്തുണ്ടാക്കിയുള്ള ഇക്വേഷനാണ് ഏത് ഇക്വേഷൻ എന്ന് പറയാം. ഈ ഇക്വേഷനെ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്ത് കിട്ടിയ ഇക്വേഷൻ ഏത് ഇക്വേഷൻ. അപ്പം രണ്ട് ഇക്വേഷനും ഒന്ന് തന്നെയാണ്, സെയിം തന്നെയാണ്. അപ്പം ഈ രണ്ട് ഇക്വേഷൻസ് രണ്ട് രൂപത്തിൽ പഠിക്കണം. ഒന്നാമത്തെ ഇക്വേഷൻ എന്ന് പറഞ്ഞ മക്കളെ 1/f ഈസ് ഈക്വൽ ടു 1/v മൈനസ് 1/u. രണ്ടാമത്തെ ഇക്വേഷൻ എന്താ? f ഈസ് ഈക്വൽ ടു uv ഡിവൈഡ് ബൈ u മൈനസ് v, uv ഡിവൈഡ് ബൈ u മൈനസ് v. അപ്പോൾ അത് കൃത്യമായിട്ട് പഠിക്കുക, രണ്ട് ഇക്വേഷൻസ് കൃത്യമായിട്ട് പഠിക്കുക. ഇനി ചോദ്യമാണ് കേട്ടോ. ചോദ്യം എന്താ മക്കളെ? ചിത്രം തന്നിട്ടുണ്ട് അല്ലെ. ചിത്രം തന്നിട്ട് ചിഹ്ന നിയമങ്ങൾ ഉപയോഗിച്ച് അളവുകൾ എഴുതുക. അതായത് സൈൻ കൺവെൻഷൻ അനുസരിച്ച് ഇവിടെയുള്ള ഈ പറയുന്ന 90, 1.8 ഇതൊക്കെ നമ്മൾ അളവുകൾ എഴുതണം. UVF, HIHO എത്രയാണെന്നാണ് എഴുതേണ്ടത്. അപ്പം ലെൻസിന്റെ ഫോക്കസ് ദൂരം കണ്ടെത്തുക. എഫ് കണ്ടുപിടിക്കണം, നമുക്ക് എഫ് കണ്ടുപിടിക്കണം. ഇനി സി ക്വസ്റ്റ്യൻ ഉണ്ടോ? ഇല്ല, സി ക്വസ്റ്റ്യൻ ഇല്ല. അപ്പം മക്കളെ ഇവരതിൻ്റെ ആൻസർ അവരിവിടെ തന്നെ കൊടുത്തിട്ടുണ്ട് അല്ലേ. കൊടുത്തിട്ടുണ്ടോ? ഇല്ല, കൊടുത്തിട്ടില്ല. ബിന്റെ ആൻസർ കൊടുത്തിട്ടുണ്ടോ? ഉണ്ട്, ബിന്റെ ആൻസർ കൊടുത്തിട്ടുണ്ട് അല്ലേ. നമുക്കത് എഴുതാം, നമുക്കത് നോക്കേണ്ട ആവശ്യം നമുക്കില്ലല്ലോ, നമുക്ക് സ്വന്തമായിട്ട് മാറിയാം അല്ലേ. ആദ്യം യു എത്രയാ? ഇവിടെ യു എത്രയായിരിക്കും? അതായത് ഇവിടെയാണ് വസ്തു അല്ലേ. ഇതല്ലേ മക്കളെ വസ്തു, ഒബ്ജക്റ്റ് ഇതാണ്. അപ്പം ഇവിടുന്ന് ഒബ്ജക്റ്റിലേക്കുള്ള അകലം അത് 90 സെന്റിമീറ്റർ ആണ് അല്ലേ. അപ്പൊ യു എന്നുള്ളത് ശ്രദ്ധിക്കുക, യു എന്നുള്ളത് യു ഈക്വൽ ടു മൈനസ് അല്ലേ വരിക? യെസ്, ലെഫ്റ്റ് സൈഡിലേക്കാണ് മെഷർ ചെയ്യുക. അപ്പം യു എന്നുള്ളത് മൈനസ് 90 സെന്റിമീറ്റർ. ഇനി മക്കളെ ഇനി വി എന്നുള്ളത് അല്ലേ, നോക്കി വി ഇമേജ് ഫോം ചെയ്ത് നോക്കി എവിടെ നോക്ക്, ഇൻവേർട്ടഡ് ആയിട്ട് അല്ലെ, തല കുത്തനെ എന്ത് ചെയ്തിട്ടുണ്ട്? ഇമേജ് ഫോം ചെയ്തിട്ടുണ്ട്. തലകുത്തനുള്ള ഇമേജാണ്. ലെൻസിൽ നിന്നും ആ പ്രതിബിംബത്തിലേക്കുള്ള അകലം, ആ ഇമേജിലേക്കുള്ള അകലം എത്രയാണ്? 30 സെന്റിമീറ്റർ ആണ്. അപ്പൊ റൈറ്റ് സൈഡിലേക്ക് നമ്മൾ മെഷർ ചെയ്യുമ്പം അതെന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും അല്ലെ. അപ്പം നമ്മൾ എഴുതുക വി ഈക്വൽ ടു +30 സെന്റിമീറ്റർ. പ്രശ്നമുണ്ടോ? ആർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? കഴിഞ്ഞോ പരിപാടി? കഴിഞ്ഞിട്ടില്ല മക്കളെ പരിപാടി. ഇനി HO എഴുതണം, ഹൈറ്റ് ഓഫ് ദ ഒബ്ജക്റ്റ് എഴുതണം അല്ലേ. HO വസ്തുവിൻ്റെ ഉയരം, അത് മുകളിലേക്കല്ലേ? ഇവിടെ നോക്ക്, ഇത് മുകളിലേക്കല്ലേ? 1.8 മുകളിലേക്കല്ലേ വസ്തുവിൻ്റെ ഉയരം മെഷർ ചെയ്യുക. അതുകൊണ്ട് അത് പോസിറ്റീവ് ആണ് വരിക. നമ്മളെന്ത് എഴുതേണ്ടത്? പോസിറ്റീവ് 1.8 സെന്റിമീറ്റർ. ഇനി അങ്ങനെയാണെങ്കിൽ
പ്രതിബിംബത്തിന്റെ ഉയരം താഴേക്കാണ്. ഇവിടുത്തെ ഈ കേസ് എല്ലാ കേസിലും ഇങ്ങനെ ആയിരിക്കുമോ ബുദ്ധിമാന്മാരെ? അല്ലല്ലോ. അപ്പം അതുകൊണ്ട് ഇത് താഴേക്കാണ്. താഴേക്കുള്ള ഹൈറ്റ് എത്രയാ? 0.6 സെന്റിമീറ്റർ ആണ്. അപ്പം എന്ത് താഴേക്കായതുകൊണ്ട് നെഗറ്റീവ് അല്ലേ വരിക. അപ്പോൾ HI എന്നുള്ളത് നെഗറ്റീവ് 0.6 സെന്റിമീറ്റർ. കുഴപ്പമുണ്ടോ? ഇതിങ്ങനെ എഴുതാൻ ആർക്കെങ്കിലും എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഇനി വേറെ എന്തെങ്കിലും നമുക്ക് അളന്ന് എഴുതിയെടുക്കാനൊന്നുമില്ല. ഇവിടെ ഈ യുവും വിയും HOയും HIയും മാത്രമുള്ളത് കൃത്യമായിട്ട് നമ്മൾ എഴുതിയെടുത്തു അല്ലേ. അപ്പോൾ നമ്മൾ ചിഹ്ന നിയമങ്ങൾ ഉപയോഗിച്ച് അളവുകൾ എഴുതുക. നമ്മൾ എഴുതി ന്യൂ കാർട്ടീഷ്യൻ സൈൻ കൺവെൻഷൻ അനുസരിച്ച് നമ്മൾ എന്ത് ചെയ്തു? ഈ യുവും വിയും ഒക്കെ എഴുതി, HIയും HO ഒക്കെ എഴുതി. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ, ലെൻസിന്റെ ഫോക്കസ് ദൂരം കണ്ടെത്തുക. അതായത് മക്കളെ ഇംഗ്ലീഷ് മീഡിയം പേടിക്കേണ്ട ആവശ്യമില്ല, ഫോക്കൽ ലെങ്ത് കണ്ടുപിടിക്കാനാണ് അല്ലേ. അപ്പൊ ഫോക്കൽ ലെങ്ത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഫസ്റ്റ് മനസ്സിലേക്ക് വരണം. രണ്ട് ഇക്വേഷൻസ് ഉണ്ടല്ലേ. അപ്പൊ ഇവര് നേരിട്ട് നമ്മൾ രണ്ടാമത് പഠിച്ച ഇക്വേഷൻ, സെയിം ഇക്വേഷൻ തന്നെയാണ്. ആ ഇക്വേഷനിലേക്ക് പോയിട്ടുണ്ട്. ഇക്വേഷനിലായിരുന്നു പറഞ്ഞ് F is equal to UV divided by U minus V. F is equal to UV divided by U minus V. F is equal to UV divided by U minus V. മറന്നു പോകരുത്. അപ്പം അവരെന്ത് ചെയ്തു? UV എന്ന് പറയുന്നത് എന്താ? U into V ആണ്. അപ്പം യു എന്നുള്ളത് നോക്ക്, യു എന്നുള്ളത് നെഗറ്റീവ് 90 അല്ലേ എഴുതിയത്. അപ്പം നോക്കിയേ, നെഗറ്റീവ് 90 സെന്റിമീറ്റർ ഇൻറ്റു ഈ പോസിറ്റീവ് സൈൻ കണ്ട മക്കളെ നിങ്ങൾ, പോസിറ്റീവ് 30 സെന്റിമീറ്റർ, പോസിറ്റീവ് 30 സെന്റിമീറ്റർ മൾട്ടിപ്ലൈ ആണ്. താഴെ നോക്ക്, യു മൈനസ് വി അല്ലേ, യു എത്രയാ? -90 സെന്റിമീറ്റർ. ഈ മൈനസ് ഇക്വേഷനിലെ മൈനസ് ഏതാണ്? ഈ മൈനസ് ഉണ്ടല്ലോ, ആ മൈനസ് ഏതാ? ഇക്വേഷനിലെ മൈനസ്. ഈ മൈനസ് ഇട്ടു. യു എന്നുള്ളത് -90 സെന്റിമീറ്റർ, ഇക്വേഷനിലെ മൈനസ് ഇട്ടു. മൈനസ് വി എത്രയാ? +30 സെന്റിമീറ്റർ ആണ്. +30 സെന്റിമീറ്റർ. -90 സെന്റിമീറ്റർ മൈനസ് +30 സെന്റിമീറ്റർ. അപ്പം അങ്ങനെ വന്നിട്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇത് നെഗറ്റീവ് നമ്പറും ഇത് പോസിറ്റീവ് അല്ലേ, സോറി, ഇത് നെഗറ്റീവ് നമ്പറും ഇത് പോസിറ്റീവ് നമ്പർ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ആൻസറിൽ എന്ത് വരും? മൈനസ് ആണ് വരിക. -2700 സെന്റിമീറ്റർ സ്ക്വയർ എന്ന് വരും. അടിയിൽ നോക്ക്, -90 സെന്റിമീറ്റർ -30 സെന്റിമീറ്റർ എന്നാണ് വരിക. ഈ പ്ലസ് പിന്നെ പരിഗണിക്കൂല. അപ്പൊ എന്താ വരിക? -120 സെന്റിമീറ്റർ. സാറേ ഇത് ചെയ്യാൻ കിട്ടുന്നില്ല, കണക്ക് ചെയ്യാൻ അറിയാതെ കിട്ടുന്നില്ലെങ്കിൽ അത് നിങ്ങളുടെ പോരായ്മയാണ്. 10ാം ക്ലാസ് എത്തിയിട്ടും ചില കുട്ടികളുടെ കൺസെപ്റ്റ് ഒക്കെ ഓക്കെ ആയിരിക്കും, പക്ഷെ നിങ്ങളുടെ കണക്ക് വരുമ്പോൾ അയ്യോ സാറേ ഇങ്ങനെ ചെയ്യും. അതും നല്ല മാർക്കോട് കൂടി 9ാം ക്ലാസ്സൊക്കെ പാസ്സായ കുട്ടികൾക്ക് വരെ ഡൗട്ട് വരാറുണ്ട്. അപ്പോൾ അത് പ്രശ്നമല്ല, അത് പഠിച്ചെടുക്കാവുന്നുള്ളൂ. ജസ്റ്റ് ബേസിക് ആയിട്ടുള്ള കണക്കുകൾ നോക്കുക. അതിന് ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റിൽ ചോദിക്കാം, ഡൗട്ട് ഉണ്ടെങ്കിൽ വാട്സാപ്പിൽ മെസ്സേജ് ഒക്കെ ചോദിക്കാം, ഒരു പ്രശ്നമല്ല കേട്ടോ. അപ്പോൾ നോക്കൂ മക്കളെ, 2700 ഡിവൈഡ് ബൈ 120 കിട്ടും. 2700 ഡിവൈഡ് ബൈ 120 ചെയ്ത് കിട്ടുമ്പോൾ ഈ രണ്ട് നമ്പേഴ്സും മൈനസ് ആണ് അല്ലേ. അതായത് മുകളിലും മൈനസ് ആണ്, താഴെയും മൈനസ് ആണ്. രണ്ട് നമ്പേഴ്സ് താഴെയും മുകളിലും മൈനസ് ആണെന്നുണ്ടെങ്കിൽ ഉത്തരത്തിൽ എന്താ വരിക? ഉത്തരത്തിൽ പോസിറ്റീവാണ് വരിക. അപ്പം നോക്കിയേ, പോസിറ്റീവ് 22.5 സെന്റിമീറ്റർ ആണ് എന്ത് വരിക? ആൻസർ വരിക മക്കളെ, ആൻസർ വരിക. ഓക്കെ, ബുദ്ധിമുട്ടുണ്ടോ? യെസ്. അപ്പം ഇത് പഠിക്കുക. എഫ് കാണാനുള്ള ഇക്വേഷൻ പ്രകാരം നമ്മൾ എന്ത് ചെയ്യുക? എഫ് കണ്ടുപിടിക്കണം. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾക്ക് A+ വേണം, ഇത് പഠിക്കണം. വേറെ നിർവാഹമൊന്നുമില്ല, വേറെ വർത്താനൊന്നുമില്ല, അതിന് കളിയില്ല, ചിരിയില്ല, തമാശകളൊന്നുമില്ല. ഓക്കെ, ഇനി അടുത്ത ടോപ്പിക്കിലേക്ക് പോവാണ്. അടുത്ത ടോപ്പിക് എന്താ? ആവർത്തനം, മാഗ്നിഫിക്കേഷൻ. ഓ സാറേ എന്താണ് മാഗ്നിഫിക്കേഷൻ? മാഗ്നിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ അത് എന്താണ്? ടെക്സ്റ്റ് ബുക്കിൽ അതിൻ്റെ ഡെഫിനേഷൻ കൊടുത്തിട്ടുണ്ടെങ്കിലും മാഗ്നിഫിക്കേഷൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ഒബ്ജക്റ്റ് വെക്കുന്നു അല്ലേ, ഒബ്ജക്റ്റാണ് വിചാരിക്കുക, അതിൻ്റെ ഇമേജ് ഉണ്ടാവുന്നു. തൽക്കാലം ഇമേജ് ഇപ്പോൾ തല കുത്തൻ ഉണ്ടായി വിചാരിക്കുക. അപ്പം ഒബ്ജക്റ്റിൻ്റെ ഹൈറ്റും ഇമേജിൻ്റെ ഹൈറ്റ് ഉണ്ടാവില്ല, രണ്ടുപേർക്ക് ഹൈറ്റ് ഉണ്ടാവും അല്ലേ. ഒബ്ജക്റ്റിൻ്റെ ഹൈറ്റും ഇമേജിൻ്റെ ഹൈറ്റും തമ്മിലുള്ള ഒരു അനുപാതമാണ്, ഒരു റേഷ്യോ ആണ് എന്ത്? മാഗ്നിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിമ്പിളാണ്. നോക്ക്, പ്രതിബിംബത്തിന്റെ ഉയരവും വസ്തുവിന്റെ ഉയരവും തമ്മിലുള്ള അനുപാത സംഖ്യയാണ് ആവർത്തനം. ഇതിന് യൂണിറ്റ് ഇല്ല. അത് ഡെഫിനിഷൻ ഒന്നും പഠിച്ചില്ല കുഴപ്പമില്ല, പക്ഷെ ഇക്വേഷൻ പഠിക്കാതെ ഒരു സ്റ്റെപ്പ് പോലും നമുക്ക് അനങ്ങാൻ പറ്റില്ല. ഈ ചാപ്റ്ററിൽ നിന്ന് മാർക്കു ലഭിക്കില്ല. കണ്ടോ നിങ്ങൾ? മാഗ്നിഫിക്കേഷൻ ഈസ് ദ റേഷ്യോ ഓഫ് ഹൈറ്റ് ഓഫ് ദ ഇമേജ് to the height of the object. It has no unit. അപ്പോൾ യൂണിറ്റ് എഴുതി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ചില കുട്ടികൾ യൂണിറ്റ് എഴുതാൻ മറക്കും. അയ്യോ സാറേ യൂണിറ്റ് എഴുതാൻ മറന്നു, മാർക്ക് പോകും.
ഞാനൊക്കെ എന്തായാലും യൂണിറ്റ് എഴുതിയില്ലെങ്കിൽ കുട്ടികൾക്ക് എന്ത് ചെയ്യും, ക്ലാസ്സിൽ മാർക്ക് കുറയ്ക്കും, ക്ലാസ് ടെസ്റ്റും കാര്യങ്ങളും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ യൂണിറ്റ് എഴുതി ശീലിക്കണം. യൂണിറ്റ് എഴുതിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ അവസാനത്തെ കൊല്ല പരീക്ഷയ്ക്ക് ബോർഡ് എക്സാമിന് മാർക്ക് കുറയ്ക്കാനുള്ള റേറ്റ് പേപ്പർ നോക്കുന്ന ആളുകൾക്കുണ്ട്. നമ്മുടെ എക്സാം ടൈറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. മൊത്തത്തിൽ കഴിഞ്ഞ കൊല്ലത്തെ A+കളുടെ എണ്ണം കുറഞ്ഞു, ഇക്കൊല്ലം കുറയും. അടുത്ത വരും വർഷങ്ങളിലൊക്കെ A+കളുടെ എണ്ണം വളരെ 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 കുറവായിരിക്കും. ഓക്കെ, എന്തായാലും മാഗ്നിഫിക്കേഷൻ്റെ ഇക്വേഷൻ നോക്കുക മക്കളെ. മാഗ്നിഫിക്കേഷൻ്റെ ഇക്വേഷൻ, ആവർത്തനത്തിൻ്റെ ഇക്വേഷൻ HI/HO നോക്കുക. HI/HO. HI നമ്മൾ എന്താ പറഞ്ഞത്? HI നമ്മൾ പറഞ്ഞത് എന്താ? ഹൈറ്റ് ഓഫ് ദ ഇമേജ് അല്ലെ. HO എന്താ പറഞ്ഞത്? ഹൈറ്റ് ഓഫ് ദ ഒബ്ജക്റ്റ്. അതുകൊണ്ട് മാഗ്നിഫിക്കേഷൻ ഇക്വേഷൻ ഹൈറ്റ് ഓഫ് ദ ഇമേജ് ഡിവൈഡ് ബൈ ഹൈറ്റ് ഓഫ് ദ ഒബ്ജക്റ്റ്. പ്രതിബിംബത്തിന്റെ ഉയരം ഡിവൈഡ് ബൈ വസ്തുവിന്റെ ഉയരം. നോക്കിയേ, പ്രതിബിംബത്തിന്റെ ഉയരം ഡിവൈഡ് ബൈ വസ്തുവിന്റെ ഉയരം. ഇതിന് വേറെ ഇക്വേഷൻ കൂടി ഉണ്ട്, ശ്രദ്ധിക്കുക കേട്ടോ. ഇതിന് വേറെ ഇക്വേഷൻ കൂടി ഉണ്ട്. അപ്പൊ ഇതിന് വേറെ ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് അറിയോ നിങ്ങൾക്ക്? M = V/U. രണ്ട് ഇക്വേഷൻസ് ഉണ്ട്. V എന്താ മക്കളെ? പ്രതിബിംബത്തിലേക്കുള്ള ദൂരം അല്ലെ, വസ്തുവിലേക്കുള്ള ദൂരമാണ് U. അപ്പം V/U ആണ് എന്ത്? മാഗ്നിഫിക്കേഷൻ രണ്ടാമത്തെ ഇക്വേഷൻ. ഡിസ്റ്റൻസ് ടു ദ ഇമേജ് ഡിവൈഡ് ബൈ ഡിസ്റ്റൻസ് ടു ദ ഒബ്ജക്റ്റ്. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? രണ്ട് ഇക്വേഷൻസ് നോക്കൂ. രണ്ട് ഇക്വേഷൻസ്. ഒന്ന് HI/HO, രണ്ട് V/U. ഇതിൽ പ്രശ്നമുണ്ടോ? എന്തെങ്കിലും ഒരു കുഴപ്പമുണ്ട് ഞാൻ പറയുന്ന കാര്യങ്ങളിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ വാട്സപ്പിൽ മെസ്സേജ് ചോദിക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ യൂട്യൂബിൻ്റെ ലിങ്ക് ഇടുന്ന സമയത്ത് അതിൻ്റെ കമൻറ്റ് ബോക്സിൽ ചോദിക്കാം. നിങ്ങൾക്ക് ഉത്തരം നിങ്ങളെ തേടി വരും. ഓക്കെ മക്കളെ, അപ്പം ഈ രണ്ട് ഇക്വേഷൻസ്, ഇപ്പം എത്ര ഇക്വേഷൻസ് പഠിച്ചു? യെസ്, എഫിന് രണ്ട് ഇക്വേഷൻ പഠിച്ചു. മാഗ്നിഫിക്കേഷൻ ആവർത്തനത്തിന് രണ്ട് ഇക്വേഷൻ പഠിച്ചു അല്ലേ. ഇനി ഇതുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുകയും ഇത് ഈ വാല്യൂസ് ഒക്കെ ഉണ്ടല്ലോ, നമ്മൾ നേരത്തെ നോക്കിയിട്ടുള്ള ആ ഫിഗറിൽ നിന്നുള്ള ഡാറ്റാസ് ആണിത്. ഇവർ പറയാണ് കാൽക്കുലേറ്റ് ദ മാഗ്നിഫിക്കേഷൻ യൂസിങ് ദ മെഷർമെന്റ് ഇൻ ദ ഫിഗർ 2.23 ആൻഡ് റൈറ്റ് ഡൗൺ ഇറ്റ്സ് ക്യാരക്ടറിസ്റ്റിക്സ്. അതായത് താഴെ മുകളിൽ കൊടുത്തിട്ടുള്ള ഈ ഫിഗർ ഉണ്ടല്ലോ, ഈ ഫിഗർ 2.23 ഏതാ? 2.23 എവിടെ പോയി? യെസ്, ഈ 2.23 എന്ന ഫിഗർ ഉണ്ടല്ലോ, ഈ 2.23 എന്ന ഈ ഫിഗറിൽ നിന്ന് നോക്കിയിട്ട് മാഗ്നിഫിക്കേഷൻ കണ്ടുപിടിക്കും എന്നാണ് പറയുന്നത്. കണ്ടുപിടിക്കാം, നമുക്ക് ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ. മക്കളെ ശ്രദ്ധിക്കുക, ഇവിടെ 2.23 ആ ഫിഗർ പ്രകാരം അവർ നോക്ക് U എഴുതിയിട്ടുണ്ട്. ടെക്സ്റ്റ് ബുക്കിൽ തന്നെ U എത്രയാണ്? -90 സെന്റിമീറ്റർ എന്നും. വീടെ പോയി HO ഹൈറ്റ് ഓഫ് ദ ഒബ്ജക്റ്റ് മുകളിലേക്ക് ആയതുകൊണ്ട് അത് +1.8. V എന്നുള്ളത് റൈറ്റ് സൈഡിൽ, ഇവിടെ ആ ഒരു ചിത്രത്തിൽ V എവിടെ ഫോം ചെയ്തത്? റൈറ്റ് സൈഡിലായതുകൊണ്ട് V എന്നുള്ളത് +30 സെന്റിമീറ്റർ എന്നും, ഇമേജിന്റെ ഹൈറ്റ് താഴേക്ക് ആയതുകൊണ്ട് -0.6 എന്നും കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ രണ്ട് ഇക്വേഷൻസ് ഉണ്ട് അല്ലേ. രണ്ട് ഇക്വേഷൻ, ഒന്നാമത്തെ ഇക്വേഷൻ ഉപയോഗിച്ചുള്ളത് HI/HO വെച്ച് ചെയ്യാണ്. അങ്ങനെ ചെയ്യുമ്പോൾ HI എത്രയായിരുന്നു മക്കളെ? HI എത്രയായിരുന്നു? -0.6. അത് കൊടുത്തു നോക്കിയേ, HI -0.6. HO എത്ര മക്കളെ? HO എന്ന് പറയുന്നത് എത്രയാണ്? +1.8. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ട് നമ്മൾ ചെയ്യുന്ന സമയത്ത് ആൻസർ കിട്ടുക -1/3. നല്ല ശ്രദ്ധിക്കുക, മൈനസ് ആണ്. +1/3 ആണോ? അല്ല, -1/3 ആണ്. ഇനി അത് വേറെ ഇക്വേഷൻ ഉണ്ടായിരുന്നല്ലോ, V/U എന്ന ഇക്വേഷൻ. ആ ഇക്വേഷൻ വെച്ച് ചെയ്യുകയാണെങ്കിലും +30 ഡിവൈഡ് ബൈ -90 ചെയ്യുമ്പോഴും -1/3 ആണ് കിട്ടുക. -1/3 -1/3 ആണ് കിട്ടുക. അതിൽ മാറ്റല്ല. ഓക്കെ, അപ്പൊ ആ മൈനസ് എന്തുകൊണ്ട് വന്നു എന്ന് ചിന്തിക്കാം. ഓക്കെ, അപ്പൊ ഇത് പറയാണ് ഒരു പോയിന്റ് ഇവിടെ പറയുന്നത്, അത് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, മാഗ്നിഫിക്കേഷൻ നെഗറ്റീവ് കിട്ടുകയാണെങ്കിൽ എങ്ങനെയാണ് മക്കളെ? ഇവിടെ വേറെ കാര്യം പറയട്ടെ. ഇവിടുത്തെ ഇമേജ് നമ്മൾ ഈ പറയുന്ന ഈ ഫിഗർ യെസ്, ഈ ഒരു റേ ഡയഗ്രത്തിലെ ഇമേജ് നിങ്ങൾ നോക്ക്. ഈ ഇമേജ് റിയൽ ആയിരുന്നോ വിർച്വൽ ആയിരുന്നോ? യഥാർത്ഥമായിരുന്നോ മിഥ്യയായിരുന്നോ? ഇത് റൈറ്റ് സൈഡിൽ ഫോം ചെയ്യുന്ന ഇമേജാണ്, തല കുത്തനെയുള്ള ഇമേജാണ് അല്ലേ. അപ്പം അതുകൊണ്ട് ഈ ഇമേജ് എന്തായിരുന്നു? റിയൽ ആണ്, യഥാർത്ഥമാണെന്ന് ആർക്ക് സംശയമില്ലല്ലോ? ഇല്ല. ഈ ഇമേജിൻ്റെ, ഏത് ഇമേജിൻ്റെ? ഈ ഇമേജിൻ്റെ മാഗ്നിഫിക്കേഷൻ കണ്ടുപിടിച്ചപ്പോൾ ആ മാഗ്നിഫിക്കേഷൻ നമുക്ക് കിട്ടിയത് എത്രയാണ്? -1/3 ആണ്. മൈനസ് വന്നു. അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കുക, ഒരു റിയൽ ഇമേജിൻ്റെ മാഗ്നിഫിക്കേഷൻ കണ്ടെത്തി കഴിഞ്ഞാൽ അതിലെന്ത് വരും? മൈനസ് വരും. മനസ്സിലാവുണ്ടോ?
ഒരു റിയൽ ഇമേജിന്റെ മാഗ്നിഫിക്കേഷൻ കണ്ടെത്തി കഴിഞ്ഞാൽ യഥാർത്ഥ പ്രതിബിംബത്തിന്റെ മാഗ്നിഫിക്കേഷൻ ആണ് നമ്മൾ കണ്ടുപിടിക്കുന്നതെങ്കിൽ അതിൽ എന്ത് വരും? മൈനസ് ഉണ്ടായിരിക്കും. ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ മക്കളെ ശ്രദ്ധിച്ചോളാം, കാര്യം ഇങ്ങനെ പറഞ്ഞു തരില്ല കേട്ടോ. നമുക്ക് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു ഇമേജിന്റെ മാഗ്നിഫിക്കേഷൻ +2 ആണെന്ന് വിചാരിക്കാം. യൂണിറ്റ് ഇല്ലല്ലോ മാഗ്നിഫിക്കേഷൻ. എന്നിട്ട് നമ്മൾ ചോദിക്കുകയാണ്, നിങ്ങൾക്ക് മാഗ്നിഫിക്കേഷൻ തന്നിട്ടുണ്ടല്ലോ മക്കളെ, സുഹൃത്തുക്കളെ, മാഗ്നിഫിക്കേഷൻ -2 തന്നിട്ടുണ്ടല്ലോ എങ്കിൽ ഈ ഇമേജിന്റെ 2 പ്രത്യേകതകൾ എഴുതാൻ പറഞ്ഞാൽ, ഒരു പ്രത്യേകത ഫസ്റ്റ് നമുക്ക് എഴുതാം. ഈ ഇമേജിന്റെ പ്രത്യേകത, ഈ ഇമേജ് റിയൽ ആയിരിക്കും, യഥാർത്ഥമായിരിക്കും. അതെങ്ങനെ കിട്ടി? അത് കിട്ടാനുള്ള കാരണം എന്താ? ഇവിടെ മാഗ്നിഫിക്കേഷൻ എന്താ? മൈനസ് ഉണ്ട്, അതുകൊണ്ട് കിട്ടി. മാഗ്നിഫിക്കേഷനിൽ മൈനസ് ഉണ്ടെങ്കിൽ ഇമേജ് എന്തായിരിക്കും? റിയൽ ആയിരിക്കും, യഥാർത്ഥമായിരിക്കും. രണ്ടാമത്തെ പോയിന്റ് എഴുതിക്കൂടെ? ഒരു ഇമേജ് റിയൽ ആണെങ്കിൽ ആ ഇമേജ് എന്തായിരിക്കും? ഇൻവേർട്ടഡ് ആയിരിക്കും. എന്റെ മക്കളെ, ആ ഇമേജ് എന്തായിരിക്കും? ഇൻവേർട്ടഡ് ആയിരിക്കും. രണ്ടാമത്തെ പോയിന്റും കിട്ടിയില്ലേ? പ്രശ്നമുണ്ടോ? നിങ്ങൾ പറഞ്ഞ മക്കളെ, പ്രശ്നമുണ്ടോ? ഇല്ല. അപ്പം ഇനി വേറൊരു കാര്യം പറയട്ടെ, രണ്ടാമത്തെ കാര്യം പറയട്ടെ. അവർ പറയട്ടെ, എല്ലാം പറയണ്ടേ? ഏതെങ്കിലുമൊക്കെ മാത്രം പറഞ്ഞു പോയാൽ മതിയില്ല. പ്ലസ് ആണ് എന്നുണ്ടെങ്കിൽ മാഗ്നിഫിക്കേഷൻ എന്താണ്? +2 ആണെങ്കിൽ ആ ഒരു ഇമേജിന്റെ പ്രത്യേകത എന്താ? ആ ഇമേജ് പ്ലസ് ആണെങ്കിൽ, മാഗ്നിഫിക്കേഷൻ പ്ലസ് ആണെങ്കിൽ ആ ഇമേജ് എന്തായിരിക്കും? വിർച്വൽ ആയിരിക്കും. വിർച്വലിന്റെ മലയാളം എന്താ? മിഥ്യ ആയിരിക്കും. ബുദ്ധിമുട്ടുണ്ടോ? മിഥ്യാ പ്രതിബിംബം എങ്ങനെയായിരിക്കും? ഇറക്റ്റ് ആയിരിക്കും. എങ്ങനെയാ മക്കളെ? ഇറക്റ്റ് ആയിരിക്കും, അഥവാ നിവർന്നതായിരിക്കും. പ്രശ്നമുണ്ടോ? ആർക്കെങ്കിലും പ്രശ്നമുണ്ടോ മക്കളെ? ഇതാണ് കേസ്. ഓക്കെ, അപ്പോൾ ഒരു മാഗ്നിഫിക്കേഷൻ കിട്ടുന്നത് പഠിക്കുന്നു, വീണ്ടും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അത് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുക. മാഗ്നിഫിക്കേഷൻ കണ്ടു കഴിഞ്ഞാൽ മാഗ്നിഫിക്കേഷനിൽ നിന്ന് മാഗ്നിഫിക്കേഷൻ നെഗറ്റീവ് ആണെങ്കിൽ, ഒരു ഇമേജിന്റെ മാഗ്നിഫിക്കേഷൻ എന്നത് നെഗറ്റീവ് ആണെങ്കിൽ ആ ഇമേജ് റിയൽ ആയിരിക്കും. അതേപോലെ തന്നെ യഥാർത്ഥവും തലകീഴായതും ഇൻവേർട്ടഡുമായിരിക്കും. പ്ലസ് ആണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും? യെസ്, ഇറക്റ്റും വിർച്വലുമായിരിക്കും, നിവർന്നതും മിഥ്യയുമായിരിക്കും. ഇനി വേറൊരു പോയിന്റ് പറയുന്നുണ്ട്, വായിക്കട്ടെ കേട്ടോ. വേറൊരു പോയിന്റ് പറയുന്നുണ്ട്. വേറെന്താ പോയിന്റ്? സിൻസ് മാഗ്നിഫിക്കേഷൻ ഈസ് ലെസ് ദാൻ 1, മാഗ്നിഫിക്കേഷൻ 1-നേക്കാളും ചെറുതാണെങ്കിൽ ഇറ്റ് ക്യാൻ ബി അണ്ടർസ്റ്റുഡ് ദാറ്റ് ദ ഇമേജ് ഈസ് സ്മോളർ ദാൻ ദ ഒബ്ജെക്റ്റ്. എന്ത് പറഞ്ഞത് സാറേ? മനസ്സിലായിട്ടില്ല. മനസ്സിലാക്കാൻ ഒരു പ്രശ്നമില്ല മക്കളെ. മാഗ്നിഫിക്കേഷൻ ശ്രദ്ധിക്കുക, മലയാളം മീഡിയം വായിക്കാം, നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരണ്ട. മാഗ്നിഫിക്കേഷൻ 1-നേക്കാൾ ചെറുതാണ്. ഇവിടെ നോക്ക്, താഴേക്ക് പോയില്ലേ? ശ്രദ്ധിക്കാം, ഇവിടെ നമുക്ക് ആൻസർ കിട്ടിയല്ലേ? -1/3 എന്ന് പറയുന്നത് 1-നേക്കാളും ചെറിയൊരു വാല്യൂ ആണ്. ഓക്കെ, അപ്പം 1-നേക്കാളും ചെറിയൊരു വാല്യൂ ആണ് എങ്കിൽ ആ ഇമേജിന്റെ സൈസ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നോക്കിയേ, അങ്ങനെയാണെങ്കിൽ പ്രതിബിംബം വസ്തുവിനേക്കാൾ ചെറുതാണ്. അതായത് 1-നേക്കാളും ചെറിയൊരു വാല്യൂ ആണെങ്കിൽ ഇവിടെ നമ്മുടെ ഇമേജ് എന്തായിരിക്കും? ഒബ്ജക്റ്റിനേക്കാളും ചെറുതായിരിക്കും. ബുദ്ധിമുട്ടുണ്ടോ? എക്സാമ്പിൾ പറഞ്ഞാലേ മനസ്സിലാവുള്ളൂ. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു ഒബ്ജക്റ്റിൻ്റെ മാഗ്നിഫിക്കേഷൻ 0.5 എന്ന് കിട്ടി. ഈ 0.5 എന്ന് പറയുന്ന വാല്യൂ 1-നേക്കാളും ചെറുതാണോ വലുതാണോ? 1-നേക്കാളും ചെറുതാണ് അല്ലേ? അപ്പോൾ ഇങ്ങനൊരു വാല്യൂ തന്നിട്ട് നമ്മൾ പറയാണ് ഈ ഇമേജിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് ചോദിക്കുകയാണ്. അപ്പം മൈനസ് വന്നുള്ളത് കൊണ്ട് നല്ലോണം ശ്രദ്ധിക്കുക കേട്ടോ. മൈനസ് വന്നു എന്നുള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞു, മൈനസ് വന്നു എന്നുള്ളത് കൊണ്ട് ഈ ഇമേജിന് പ്രത്യേകത ഉണ്ട്. ഇമേജ് റിയൽ ഇൻവേർട്ടഡ്. ഞാൻ ഇംഗ്ലീഷ് മീഡിയം മാത്രം തൽക്കാലം എഴുതുള്ളൂ കേട്ടോ, സ്ഥലത്തിന്റെ പരിമിതി കൊണ്ട്. റിയൽ ഇൻവേർട്ടഡ്, യഥാർത്ഥം തലകീഴായത്. ഇനി അടുത്തൊരു കാര്യം കൂടി ഉണ്ട്. നമ്മൾ നോക്കുകയാണെങ്കിൽ 0.5 എന്ന് പറയുമ്പോൾ 1-നേക്കാളും ചെറുതാണ്. അപ്പം 1-നേക്കാളും ചെറുതാകുമ്പോൾ ഒരു പ്രത്യേകത ഉണ്ട്. 1-നേക്കാളും ചെറുതാകുമ്പം ഇമേജ് ഒബ്ജക്റ്റിനേക്കാളും ചെറുതായി. അതാണ് ഇവർ പറയുന്നത്. പ്രതിബിംബം വസ്തുവിനേക്കാളും ചെറുതാണ് എന്ന് മനസ്സിലാക്കാം. അതായത് 0.5 1-നേക്കാളും ചെറിയൊരു വാല്യൂ ആണെങ്കിൽ
ഇമേജ് എങ്ങനത്തെ ഇമേജ് ആയിരിക്കും? ഡിമിനിഷ്ഡ് ആയിരിക്കും. ഡിമിനിഷ്ഡ് എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ നമ്മൾ പറഞ്ഞത്? ഡിമിനിഷ്ഡ് എന്ന് പറഞ്ഞാൽ ചെറിയ ഇമേജ് ആയിരിക്കും. ഇത് പഠിക്കണം. നോക്കി, വെറും ഒരു 0.5 കൊണ്ട് നമുക്ക് കിട്ടിയ ഡീറ്റെയിൽസ് ആണ് മൊത്തം. എക്സാമിന് അങ്ങനെയാണ് ചോദ്യം വരിക. വെറുതെ പറയും -2 പറയൂ, ഇതിനെക്കുറിച്ച് പറയൂ. ഈ മക്കളെ ഇതിന് വേറെ കേസ് ഞാൻ നിങ്ങൾ ചോദിക്കട്ടെ. ഇവിടെ ഉള്ളത് 2 ആണെങ്കിൽ -2 ആണെന്നുണ്ടെങ്കിൽ ഈ 2 എന്നുള്ളത് ഈ മൈനസിലേക്ക് നോക്കണ്ട. 2 എന്നുള്ള ഒന്നിനേക്കാളും വലുതാണോ ചെറുതാണോ? 2 എന്നുള്ളത് ഒന്നിനേക്കാളും വലുതല്ലേ? അപ്പം ഈ ഡിമിനിഷ്ഡ് എന്ന് പറയുന്ന പോയിന്റ് ആണല്ലോ എഴുതേണ്ടത്. അപ്പം ആ സമയത്ത് നമ്മൾ എഴുതേണ്ടത് എന്താ? മാഗ്നിഫൈഡ് എന്നുള്ള പോയിന്റ് ആണ് എഴുതേണ്ടത്. കാരണം ഒന്നിനേക്കാളും ചെറുതാവുമ്പോഴാണ് എന്ത് വരിക? ഡിമിനിഷ്ഡ് വരിക. ഇത് എന്നുള്ളത് ഫുൾ എഴുതിക്കോ കേട്ടോ, വലുത്. മക്കളെ ആ കൺസെപ്റ്റ് ക്ലിയർ ആവുക. കൺസെപ്റ്റ് ക്ലിയർ ആൻഡ് പെർഫെക്റ്റ് ആവുക. ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്യാം. അതായത് ഒന്നിനേക്കാളും ചെറിയ വാല്യൂ ആണ് മാഗ്നിഫിക്കേഷൻ കിട്ടുന്നതെങ്കിൽ ഇമേജ് ചെറുതായിരിക്കും. ഒന്നിനേക്കാളും വലിയ വാല്യൂ ആണെങ്കിൽ ഇമേജ് എന്തായിരിക്കും? ഒബ്ജക്റ്റിനേക്കാളും വലുതായിരിക്കും. ഇവിടുത്തെ കേസ് പറയുകയാണെന്നുണ്ടെങ്കിൽ 2 ആണ്. 2 എന്ന് പറയുന്നത് ഒന്നിനേക്കാളും വലുതായത് കൊണ്ട് തന്നെ അത് ഒബ്ജക്റ്റിനേക്കാളും വലിപ്പമുള്ള ഒരു ഇമേജ് ആയിരിക്കും. ഇതാണ് ആ പറയുന്നതിന്റെ അർത്ഥം. ഓക്കെ, ഇതൊക്കെ സാറ് ആവശ്യം വരുമോ? ഇതൊക്കെ എങ്ങനെ പഠിക്കുക? ഇതൊക്കെ ആവശ്യം വരും. ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യും? എക്സാമിന് വരികയും ചെയ്യും. ഓക്കെ, ഇനി ടേബിളാണ്. നമ്മൾ ഈ പറഞ്ഞ കാര്യം ഉണ്ടല്ലോ, പ്രതിബിംബത്തിന്റെ സ്വഭാവം. പ്രതിബിംബം നിവർന്നതാണെങ്കിൽ, ഇറക്റ്റ് ആണെങ്കിൽ എന്താ വരിക എന്ന് ചോദിക്കുന്നത്. പ്രതിബിംബം നിവർന്നതാണെങ്കിൽ ആവർത്തനം എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. തല കീഴായതാണെങ്കിൽ ആവർത്തനം എന്തായിരിക്കും മക്കളെ? നെഗറ്റീവ് ആയിരിക്കും അല്ലേ? യഥാർത്ഥമാണെങ്കിൽ നെഗറ്റീവ് ആയിരിക്കും, മിഥ്യയാണെങ്കിൽ പോസിറ്റീവ് ആയിരിക്കും. നമ്മൾ നേരത്തെ പറഞ്ഞ അതേ കാര്യം. സാർ ഇത് എന്തെങ്കിലും പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ പകരം ചോദിക്കരുത്. നമ്മൾ പറഞ്ഞ കാര്യം വീണ്ടും റിപ്പീറ്റ് ചെയ്ത് കേൾക്കുമ്പോൾ ക്ലിയർ ആവും. അതായത് ഒരു ഇറക്റ്റ് ഇമേജ് ആണെങ്കിൽ മാഗ്നിഫിക്കേഷൻ എന്താ വരിക? പോസിറ്റീവ് ആയിരിക്കും. ഒരു ഇൻവേർട്ടഡ് ഇമേജ് ആണെങ്കിൽ മാഗ്നിഫിക്കേഷൻ നെഗറ്റീവ് ആയിരിക്കും. ഇനി റിയൽ ഇമേജ് ആണെങ്കിൽ നെഗറ്റീവ് ആയിരിക്കും. വിർച്വൽ ആണെങ്കിൽ പോസിറ്റീവ് ആയിരിക്കും. ഇത് വേറെ രസം ഉണ്ടെന്നറിയോ? ഇതിൽ ഇറക്റ്റും അതേപോലെ തന്നെ വിർച്വലും എന്താ? പെയറുകളാ. ഇൻവേർട്ടഡും റിയൽ എന്താ? പെയറുകളാ. ഒരു മാറൂല. ഒരു ഇമേജ് ഇറക്റ്റ് ആണെങ്കിൽ അത് വിർച്വലുമായിരിക്കും. ഒരു പ്രതിബിംബം നിവർന്നതാണെങ്കിൽ അതെന്തായിരിക്കും? മിഥ്യയായിരിക്കും. അത് തലകീഴായതും യഥാർത്ഥവും എന്തായിരിക്കും? അതും ഓരോ പെയറുകൾ. അതൊക്കെ എത്ര വട്ടം റിപ്പീറ്റ് ചെയ്യുന്ന ആലോചിച്ച് നോക്കിയേ. കാരണം അത് നിങ്ങൾക്ക് മനസ്സിലാവണം. കൺസെപ്റ്റ് ക്ലിയർ ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ ആകെ ബുദ്ധിമുട്ടിപ്പോവും. ഓക്കെ, നമ്മുടെ ചോദ്യത്തിലേക്ക് വന്നിരിക്കുന്നു. കൈയടിക്കുവിൻ, ആഹ്ലാദിപ്പിൻ. കാരണം നമ്മുടെ ചോദ്യം കൺസെപ്റ്റ് ബേസ്ഡ് ആയിട്ടുള്ള ചോദ്യമാണ്. മക്കളെ ശ്രദ്ധിക്കുക. അത് ചോദ്യം അത് ഇംഗ്ലീഷ് മീഡിയം വായിക്കും, മലയാളം മീഡിയം വായിക്കും. എല്ലാവരും കൃത്യമായിട്ട് കേൾക്കുക. നോക്ക്, ചോദ്യം എന്താ? an object of height 2 centimeter 2 centimeter ഹൈറ്റ് ഉള്ള ഒബ്ജക്റ്റ് ഈസ് പ്ലേസ്ഡ് ഓൺ ദ ഒപ്റ്റിക് ആക്സിസ് അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് 12 centimeter. 2 centimeter ഹൈറ്റ് ഉള്ള ഒരു ഒബ്ജക്റ്റ് എന്ത് ചെയ്യാണ്? ഒപ്റ്റിക് ആക്സിസിൽ 12 centimeter അകലെയായിട്ട് വെച്ചു. എന്താ പറയുന്നേ? 12 centimeter ഫ്രം ദ ഒപ്റ്റിക് സെന്റർ ഓഫ് എ കോൺവെക്സ് ലെൻസ്. ലെൻസ് ഏതാ? കോൺവെക്സ് ലെൻസ് ആണ്. അപ്പോൾ ഒപ്റ്റിക് സെന്ററിൽ നിന്നും 12 centimeter അകലെ ഒപ്റ്റിക് ആക്സിസിൽ കൊണ്ടുപോയിട്ട് എന്ത് ചെയ്തു? ഒബ്ജക്റ്റ് വെച്ചു. ലെൻസ് ഫോക്കൽ ലെങ്ത് ഓഫ് ദ കോൺവെക്സ് ലെൻസ് ഈ 6 centimeter. ഈ ലെൻസിന്റെ ഫോക്കൽ ലെങ്ത് 6 centimeter ആണ് എന്നും തന്നിട്ടുണ്ട്. അപ്പം ചോദ്യം വീണ്ടും റിപ്പീറ്റ് ചെയ്ത് വായിച്ചിട്ട് ആ ചോദ്യത്തിൽ എന്താണ് പറയുന്നത് എന്നുള്ള ധാരണ കൃത്യമായിട്ട് എന്തുണ്ടാവണം? നിങ്ങൾക്ക് ഉണ്ടാവണം. ഓക്കെ, അപ്പോൾ നോക്കിയേ, മലയാളം മീഡിയത്തിൻ്റെ ചോദ്യം ഒന്നും കൂടി വായിക്കാൻ നോക്കിയേ. ഒരു കോൺവെക്സ് ലെൻസിന്റെ പ്രകാശിക കേന്ദ്രത്തിൽ നിന്ന് പ്രകാശിക അക്ഷത്തിൽ 12 centimeter അകലെയായി 2 centimeter ഉയരമുള്ള വസ്തു സ്ഥിതി ചെയ്യുന്നു. കോൺവെക്സ് ലെൻസിന്റെ ഫോക്കസ് ദൂരം 6 centimeter ആണ്. അപ്പം ഇതൊക്കെ പറഞ്ഞു, ഒരു കാര്യം അവർ പറഞ്ഞു. എന്നിട്ട് ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ? ഡ്രോ ഡയഗ്രം വരയ്ക്കാനോ? ഡ്രോ റേ ഡയഗ്രം ബേസ്ഡ് ഓൺ ദ ഗിവൺ മെഷർമെന്റ് ആൻഡ് റൈറ്റ് ഡൗൺ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദ ഇമേജ്.
ഓക്കെ, നല്ല ചോദ്യമാണ്. അതായത് നമ്മൾ റേ ഡയഗ്രം വരയ്ക്കണം. അപ്പോൾ മക്കളെ റേ ഡയഗ്രം വരയ്ക്കാൻ അല്ലേ, റേ ഡയഗ്രം ഇത് നമ്മൾ ഒരു കാര്യം പറഞ്ഞിട്ട് സബ് ക്വസ്റ്റ്യൻ എ ഉണ്ട്, പിന്നെ സബ് ക്വസ്റ്റ്യൻ ബി ഉണ്ട്. കാൽക്കുലേറ്റ് ദ മാഗ്നിഫിക്കേഷൻ ബൈ മെഷറിംഗ് ദ ഹൈറ്റ് ഓഫ് ദ ഇമേജ്. അതായത് മാഗ്നിഫിക്കേഷൻ നമ്മൾ എന്ത് ചെയ്യണം, കണ്ടെത്തണം. ഹൈറ്റ് ഓഫ് ദ ഇമേജിൽ നിന്നും, പ്രതിബിംബത്തിന്റെ ഉയരം നിന്നും നമ്മൾ എന്ത് ചെയ്യണം, മാഗ്നിഫിക്കേഷനും കണ്ടെത്തണം. ആവർത്തനവും പ്രതിബിംബത്തിന്റെ ഉയരം അളന്ന് ആവർത്തനം കണക്കാക്കുക എന്നുള്ളതാണ്. അപ്പോൾ മക്കളെ ഒരു കാര്യം ചെയ്യാം, നമുക്ക് ചിത്രം വരയ്ക്കാം. അയ്യോ സാറേ എങ്ങനെ ചിത്രം വരയ്ക്കും? സിമ്പിളാണ്. നമുക്ക് നേരിട്ട് ബോർഡിൽ വരയ്ക്കുന്ന അത്രത്തോളം കൃത്യമായിട്ട് വരയ്ക്കാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം, ഒരു റഫ് ഫിഗർ നിങ്ങൾക്ക് മനസ്സിലാവുന്ന രൂപത്തിൽ റഫ് ഫിഗർ നമുക്ക് എന്ത് ചെയ്യാം, വരയ്ക്കാം. ഓക്കെ മക്കൾ ശ്രദ്ധിക്കുക. അപ്പോൾ അത് ഞാൻ എന്ത് ചെയ്യാണ്, ആദ്യം ഒപ്റ്റിക് ആക്സിസ് അങ്ങനെ വരയ്ക്കുകയാണ്. ഓക്കെ, ഇതാണ് ഒപ്റ്റിക് ആക്സിസ് എന്ന് കരുതുക. ഓക്കെ, ഇനി ലെൻസ് വേണ്ടേ? ലെൻസ് ഏതാ പറഞ്ഞത്? കോൺവെക്സ് ലെൻസാണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യാണ്, ഒരു കോൺവെക്സ് ലെൻസ് വരയ്ക്കാം. ക്ലിയർ അറിയില്ല, ചെറിയൊരു ഇതൊക്കെ ഉണ്ട്. ഓക്കെ, ഇത് മനസ്സിലാക്കാനുള്ള സംഗതി ആയതുകൊണ്ട് ജസ്റ്റ് ഇത്രയും ഒന്ന് വരയ്ക്കാം. ഒന്ന് വരച്ചു നോക്കാം, ഒന്നും കൂടി വരച്ചു നോക്കാം നമുക്ക്. ഓക്കെ, യെസ്, ഇതാണ് കോൺവെക്സ് ലെൻസ്. തൽക്കാലം ഇതാണ് കോൺവെക്സ് ലെൻസ് എന്ന് മനസ്സിലാക്കുക. ഓക്കെ, അപ്പം ഇത് അടയാളപ്പെടുത്താനുള്ള എലമെന്റ്സ് ഒക്കെ ഉണ്ടല്ലോ. ഇതെന്താ, ഇത് ഓ ഉണ്ട് ഇവിടെ അല്ലേ, ഇവിടെ സോറി പെയിന്റ് കളർ മാറ്റാം. മക്കളെ ഓ ഉണ്ട് ഇവിടെ അല്ലേ. പിന്നെ അതേപോലെ തന്നെ എന്തുണ്ട്, എഫ് ഉണ്ട്. സോറി കണ്ണ് കാണുന്നില്ലേ, നമുക്ക് കളർ വീണ്ടും മാറ്റേണ്ടി വരുമോ? ഓക്കെ, ഇവിടെ എന്തുണ്ട്, ഇവിടെ എന്തുണ്ട്, ഇവിടെ എന്തുണ്ട്, അതിന് ഇവിടെ എന്തുണ്ട്. ഓക്കെ, ഇവിടെ എഫ് ഉണ്ട് അല്ലേ. ഇവിടെ എന്താ ഉള്ളത്, ഇവിടെ 2F ഉണ്ട് അല്ലേ. ഇവിടെയും എഫ് ഉണ്ട് മക്കളെ, ഇവിടെ എന്തുണ്ട്, 2F ഉണ്ട്. പ്രശ്നമുണ്ടോ? പ്രശ്നം എല്ലാവർക്കും മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടില്ലല്ലോ. ഇനി അവർ പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കുക. അവർ പറയുന്ന ആദ്യത്തെ കാര്യം, ചോദ്യത്തിലേക്ക് പോവുക അല്ലേ. പ്രകാശിക കേന്ദ്രത്തിൽ നിന്നും 12 സെൻറ്റിമീറ്റർ അകലെയാണ് വസ്തു അല്ലേ. വസ്തുവിൻ്റെ ഉയരം 2 സെൻറ്റിമീറ്റർ ആണ്. ഫോക്കസ് ദൂരം 6 സെൻറ്റിമീറ്റർ ആണെന്ന് പറയുന്നു അല്ലേ. അതായത് ഈ ദൂരം മക്കളെ ശ്രദ്ധിക്കുക, ഈ ദൂരം എത്രയാണ്? അതായത് നല്ലോണം ശ്രദ്ധിക്കുക. ഈ ഫോക്കസ് ദൂരം എന്ന് പറയുന്നത് എന്താണ്, ഓയിൽ നിന്ന് എഫിലേക്കുള്ള ദൂരമല്ലേ ഫോക്കസ് ദൂരം. അതെത്രയാണ്? 6 സെൻറ്റിമീറ്റർ ആണ് അല്ലേ. 6 സെൻറ്റിമീറ്റർ ആണ്. ഞാൻ ജസ്റ്റ് ഒന്ന് എഴുതുന്നുള്ളൂ കേട്ടോ. അങ്ങനെയെങ്കിൽ ഇവിടുന്ന് ഇവിടേക്കുള്ള ദൂരം എത്ര തന്നെ ആയിരിക്കും? 6 സെൻറ്റിമീറ്റർ തന്നെ ആയിരിക്കും. ലെഫ്റ്റിലേക്കും റൈറ്റിലേക്കുമുള്ള എഫുകളിലേക്കുള്ള ദൂരം എത്രയായിരിക്കും? 6 സെൻറ്റിമീറ്റർ തന്നെ ആയിരിക്കും. ഇനി ഒബ്ജക്റ്റ് വെക്കുന്നത് എത്ര ദൂരം? ഒബ്ജക്റ്റ് വെക്കുന്നത് നോക്ക് മക്കളെ, 12 സെൻറ്റിമീറ്റർ അകലെയാണ് അല്ലേ. നോക്ക് അല്ലേ, 12 സെൻറ്റിമീറ്റർ അകലെയാണ് എന്ത് ചെയ്യുന്നത്, ഒപ്റ്റിക് സെൻറ്ററിൽ നിന്നും ഓയിൽ നിന്നും 12 സെൻറ്റിമീറ്റർ അകലെ. അപ്പം അങ്ങനെയാണെങ്കിൽ കൂടി ചോദിക്കട്ടെ, ആലോചിച്ച് നോക്കിയേ. ഇവിടെ നിന്ന് എല്ലാം ശ്രദ്ധിക്കുക കേട്ടോ, എല്ലാം ശ്രദ്ധിച്ചേ. ഇവിടെ നിന്ന് ഇവിടേക്ക് എത്രയാണ്? 6 സെൻറ്റിമീറ്ററാണ്. എങ്കിൽ ഈ ദൂരം തന്നെ ഓയിൽ നിന്ന് എഫിലേക്കുള്ള ദൂരം തന്നെയാണ് എഫിൽ നിന്ന് 2Fലേക്കുള്ളത്. എങ്ങനെയാണ്? ഓയിൽ നിന്ന് എഫിലേക്കുള്ള ദൂരം തന്നെയാണ് ഓയിൽ നിന്ന് എഫിലേക്കുള്ള ദൂരം തന്നെയാണ് എഫിൽ നിന്ന് 2Fലേക്കുള്ള ദൂരം. അതായത് ഓയിൽ നിന്ന് എഫിലേക്ക് 6 സെൻറ്റിമീറ്റർ ആണെങ്കിൽ എഫ് നിന്ന് 2Fലേക്കും എത്ര സെൻറ്റിമീറ്റർ ആയിരിക്കും ദൂരം? 6 സെൻറ്റിമീറ്റർ അല്ലേ. എങ്കിൽ ഓയിൽ നിന്ന് നേരിട്ട് 2Fലേക്ക് എത്ര ഉണ്ടാവും? 6 12 സെൻറ്റിമീറ്റർ ഉണ്ടാവും. എത്ര സെൻറ്റിമീറ്റർ ഉണ്ടാവും? 12 സെൻറ്റിമീറ്റർ. അപ്പം ഒബ്ജക്റ്റ് വെക്കുന്നത് എവിടെയാ? 12 സെൻറ്റിമീറ്റർ അകലെയാണ്. ഒബ്ജക്റ്റ് ലെഫ്റ്റിലാണോ റൈറ്റിലാണോ ഒബ്ജക്റ്റ് വെക്കുക? വസ്തു എവിടെ വെക്കുക? വസ്തു വെക്കുക ലെഫ്റ്റ് സൈഡിലാണ്. അതുകൊണ്ട് നമ്മൾ എന്താ ചെയ്യുക? ലെഫ്റ്റ് സൈഡിൽ 2Fലാണ് എന്ത് ചെയ്യുക? ഒബ്ജക്റ്റ് വരിക അല്ലേ. എന്താ വസ്തു അല്ലേ, ചെറിയൊരു മാറ്റം, ചെറിയൊരു സ്ഥലം മാറ്റാണല്ലേ വസ്തു. യെസ്, ഓക്കെ മക്കളെ, വസ്തു കറക്റ്റ് 2Fലല്ലേ. വസ്തു കറക്റ്റ് 2Fലല്ലേ. അപ്പോൾ 2Fൽ ഒബ്ജക്റ്റ് വെച്ച് കഴിഞ്ഞാൽ
എവിടെയാണ് ഇമേജ് ഉണ്ടാവുക? പ്രതിബിംബം എവിടെ ഉണ്ടാവുക? പഠിച്ച പ്രകാരം നമ്മൾ റേ ഡയഗ്രാം, കോൺവെക്സ് ലെൻസിന്റെ റേ ഡയഗ്രാം രേഖാചിത്രം വരച്ച് പഠിച്ച പ്രകാരം 2F ഒബ്ജക്റ്റ് വെച്ച് കഴിഞ്ഞാൽ ഇമേജ് ഉണ്ടാവുക മക്കളെ. 2F ജസ്റ്റ് മാറ്റിയൊക്കെ കേട്ടോ. ഇമേജ് ഉണ്ടാവുക എവിടെ തന്നെയാണ്? 2F തന്നെയല്ലേ മക്കളെ? 2F തന്നെയല്ലേ? സംശയമുണ്ടോ മക്കളെ? ശ്രദ്ധിക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഇമേജ് ഉണ്ടാവുക, അത് ജസ്റ്റ് കോപ്പി പിടിക്കാൻ പറ്റില്ല. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 2F ഒബ്ജക്റ്റ് വെച്ച് കഴിഞ്ഞാൽ ഇമേജ് ഉണ്ടാവുക മക്കളെ 2F തന്നെയാണ്. സംശയമുണ്ടോ? സോറി ഇമേജ് ഉണ്ടാവുക കിട്ടോ? യെസ്, നമുക്ക് ഇമേജ് ഉണ്ടാവുക ഇവിടെ തന്നെയാണ്, 2F തന്നെയാണ്. ഇത് കറക്റ്റ്. ഇത് ഇങ്ങനെ വരച്ചാൽ പോരാ. ഇത് ഇങ്ങനെ വരയ്ക്കാൻ പറ്റുമോ? ഇത് ഇങ്ങനെയല്ല വരയ്ക്കേണ്ടത് നമ്മൾ റേ ഡയഗ്രാം വരച്ചു പഠിച്ചില്ലേ? നമ്മളിങ്ങനെ ഓർമ്മ റേ ഇങ്ങനെ ലേറ്റ് ഇങ്ങനെ എഫിലൂടെ പോകുന്നു, മറ്റുള്ള ലേറ്റ് ഇങ്ങനെ പോകുന്നു അല്ലേ? ഈ രൂപത്തിൽ വരച്ച് പഠിക്കണം, വരച്ച് കാണിച്ചു കൊടുക്കണം, എങ്കിലേ അത് കൃത്യമായി. ഇങ്ങനെ വരയ്ക്കാനുള്ള ബുദ്ധിമുട്ടുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ പറയുന്നത്. ഓക്കെ, ഞാൻ വരച്ച് കാണിച്ചെങ്കിൽ ഇനി അതിൻ്റെ ഒരു പ്രശ്നം വേണ്ട, ഞാൻ വരച്ച് കാണിച്ചു തരാം. ശ്രദ്ധിക്കാം മക്കളെ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇയാളൊന്ന് മാറ്റി വെക്കിട്ടോ, നമുക്ക് വീണ്ടും ആവശ്യം വരുന്നുള്ളത് കൊണ്ടാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? ഒരു കോൺവെക്സ് ലെൻസ്, ആ കോൺവെക്സ് ലെൻസിൻ്റെ 2F, F, O അല്ലേ, അതേപോലെ തന്നെ എന്താണ് F, 2F, ഇതൊക്കെ മലയാളപ്പെടുത്തി. ഇനി എന്ത് സംഭവിക്കുക? ഒരു ലൈറ്റ് റേ അല്ലേ ഒപ്റ്റിക് ആക്സിസിന് പാരലായിട്ട് പോകും അല്ലേ? നിറയില്ലല്ലേ? ഒരു ലൈറ്റ് എന്ത് ചെയ്യും? ഒപ്റ്റിക് ആക്സിന് എന്ത് ചെയ്യും? പാരലായിട്ട് പോകും. വരയ്ക്കുമ്പോൾ മാറുന്നതാണ് കേട്ടോ. ഞാൻ സ്കെയിലും മെഷറത്തല്ല വരയ്ക്കുന്നത്, അതിൻ്റെ ഒരു മാറ്റം ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഒരു ലൈറ്റർ എന്ത് ചെയ്യും? ഒപ്റ്റിക് ആക്സിസിന് പാരലായിട്ട് പോകുന്നു. അങ്ങനെ പാരലായിട്ട് സമാന്തരമായിട്ട് പോകുന്ന ലൈറ്ററെ എങ്ങനെയാണ് റിഫ്രാക്റ്റ് ചെയ്തിട്ട് പോവുക? ഈ ലൈറ്റർ എന്ത് ചെയ്യും? റിഫ്രാക്റ്റ് ചെയ്തിട്ട് എഫിലൂടെ അല്ല ഇങ്ങനെയല്ലേ പോവുക? സംശയമുണ്ടോ മക്കളെ? സംശയമുണ്ടോ? ജസ്റ്റ് ഒന്ന് അറേഞ്ച് ചെയ്യുക. ഓക്കെ, അങ്ങനെ പോയില്ലേ? എഫിലൂടെ കടന്നു പോവുക. ഇനി വേറൊരു ലൈറ്ററെ ഇതോട് മാത്രം ഇമേജ് ഫോം ചെയ്യൂല അല്ലേ? പ്രതിബിംബം വരയ്ക്കാൻ വേറെ ആവശ്യമാണ്. ഒരു ലൈറ്റർ എന്ത് ചെയ്യാണ്? എഫിലൂടെ പോവാണ് അല്ലേ? ഓക്കെ, അപ്പോൾ ഇവരെവിടെ കൂട്ടിമുട്ടുന്നത്? ചിത്രത്തിൽ ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ടാവും. കാരണം ഇത് കൃത്യമായ അളവെടുത്തിട്ടല്ല നമ്മൾ വരയ്ക്കുന്നത്. അളവില്ലാത്തത് കൊണ്ട് തന്നെ ആരോ മാർക്ക് നിർബന്ധമാണ് കേട്ടോ. ആരോ മാർക്ക് നിർബന്ധമാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ആരോ മാർക്ക്. ഏത് ഡയറക്ഷനിലാണ് റേസ് പോകുന്നതെന്ന് മനസ്സിലാക്കാൻ ആരോ മാർക്ക് നിർബന്ധമാണ്. ഓക്കെ, അപ്പോൾ ഇവർ കൂട്ടിമുട്ടിയത് ഇവിടെ വെച്ചിട്ടാണ് അല്ലേ? അപ്പോൾ ഇവർ ഈ പോയിന്റ് കൂട്ടിമുട്ടിക്കഴിഞ്ഞാൽ എവിടെയാണ് ഇമേജ് ഉണ്ടാവുക? ഇമേജ് എവിടെയാണ് ഉണ്ടാവുക അല്ലേ? സോറി നമ്മൾ ഇമേജ് വരികയാണ്. നമുക്ക് ചെറിയൊരു മാറ്റം ഉണ്ട് കേട്ടോ. ഞാനിപ്പോൾ ചെയ്ത പണിയെന്ന് വെച്ചാൽ കറക്റ്റ് സെറ്റ് ചെയ്ത് വരയ്ക്കുകയാണ് മക്കളെ. അപ്പോൾ എന്ത് ചെയ്തു? ഇവർ കൂട്ടിമുട്ടിയ സ്ഥലത്തേക്ക് ഞാൻ എന്ത് ചെയ്തു? ഇമേജ് വരച്ചു. അപ്പോൾ ഇങ്ങനെയാണ് ഇമേജ് ഫോം ചെയ്യുക. ചിത്രത്തിൽ മിസ്റ്റേക്ക് ഉണ്ട്, ഞാൻ കൃത്യമായിട്ട് പറയാം. ചിത്രത്തിൽ മിസ്റ്റേക്ക് ഉണ്ട്. അപ്പം എന്തൊക്കെയാണ് കൃത്യമായിട്ട് പറഞ്ഞുതരാം. 2F ഒബ്ജക്റ്റ് വെച്ച് കഴിഞ്ഞാൽ നല്ല ശ്രദ്ധിക്കുക. 2F ഒബ്ജക്റ്റ് വെച്ച് കഴിഞ്ഞാൽ ആ ഒബ്ജക്റ്റിൻ്റെ ഇമേജ് റൈറ്റ് സൈഡിൽ 2F തന്നെയാണ് ഉണ്ടാവുക. അതിന് പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് 5 സെൻറ്റിമീറ്റർ ആണ് ഉയരമെങ്കിൽ ഇതിനും 5 സെൻറ്റിമീറ്റർ തന്നെയായിരിക്കും ഉയരം. അതായത് ഒബ്ജക്റ്റിൻ്റെയും ഇമേജിൻ്റെയും സൈസ് ഒരുപോലെ ആയിരിക്കും. ഞാൻ വരച്ച ചിത്രത്തിൽ മാറ്റേണ്ട എനിക്കറിയാം, കാരണം ഞാൻ അത് കഴിഞ്ഞുകൊണ്ട് വരച്ചതായതുകൊണ്ട് മിസ്റ്റേക്ക് ഒരു സ്കെയിലും പെൻസിലും ഉപയോഗിച്ച് വരച്ചതല്ല. അതിൻ്റെ പരിമിതി ഉണ്ട്, പരിഗണന നിങ്ങൾ തരിക. ഓക്കെ, അപ്പോൾ ഇതിന് 5 സെൻറ്റിമീറ്റർ ആണ് ഉയരമെങ്കിൽ ഇതിനും 5 സെൻറ്റിമീറ്റർ ആയിരിക്കും. കുഴപ്പമുണ്ടോ? പക്ഷേ ഇതാണ് റേഡയഗ്രം. ഇങ്ങനെയാണ് റേഡയഗ്രം വരച്ച് കൊടുക്കേണ്ടത്. ഇനി ചില കുട്ടികൾ എന്ത് ചെയ്യുന്നറിയോ? അവർ വരയ്ക്കുന്ന രൂപം വളരെ വളരെ മോശപ്പെട്ട രൂപം വരയ്ക്കുക. അതായത് ഇപ്പം ഞാൻ ഇവിടെ നോക്കിയ മക്കളെ, വരയ്ക്കുമ്പം ആ റേ പോകുന്ന കറക്റ്റ് ഒബ്ജക്റ്റിൻ്റെ ആ പോയിന്റിൽ നിന്നാണ് അല്ലേ? ഇവിടെ ആ പോയിന്റിലേക്കാണ് ജോയിൻ ചെയ്യുന്നത്. അതല്ലാതെ
ഇതിപ്പോൾ ഇങ്ങനെ ഒബ്ജക്റ്റ് ഇവിടെ റേ മുകളിലൂടെ അങ്ങനെ ടച്ച് ചെയ്യാൻ പോകാൻ പാടുണ്ടോ? കൃത്യമായി ടച്ച് ചെയ്ത് വേണം എന്ത് ചെയ്യാൻ റേസ് വൃത്തിയായിട്ട് വരയ്ക്കാൻ. ആരോ മാർക്ക് കൊടുക്കുമ്പോൾ കൃത്യമായിട്ടുള്ള വൃത്തിയോടെ എന്ത് ചെയ്യണം, ആരോ മാർക്ക് കൊടുക്കണം. ഓക്കെ, ഇതാണ് റേ ഡയഗ്രാം. ഇനി അടുത്ത ചോദ്യം എന്താണ്? കാൽക്കുലേറ്റ് ദ മാഗ്നിഫിക്കേഷൻ. സോറി മക്കളെ, ക്വസ്റ്റ്യൻ്റെ ചോദ്യം വേറെ ഉണ്ട് കേട്ടോ. നോക്കിയേ, ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദ ഇമേജിൻ്റെ പ്രത്യേകതകൾ എഴുതണം. സവിശേഷത നമുക്ക് എഴുതണം. അപ്പോൾ സവിശേഷത എഴുതണം നമുക്ക് വിട്ടുപോകാൻ പറ്റില്ല, നമുക്ക് മാറിപ്പോകാൻ പറ്റില്ല. സവിശേഷതകൾ എഴുതണം. ഇങ്ങനെയുള്ള ഇമേജിൻ്റെ സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറച്ച് സവിശേഷതകളുണ്ട്, അത് എഴുതണം. സോറി മക്കളെ, എന്തൊക്കെയാണ് സവിശേഷതകൾ? മക്കളെ, ഇതിൻ്റെ സവിശേഷതകൾ എന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കാം. ഒന്നാമത്തെ സവിശേഷത നോക്ക്, ഈ ഇമേജ് ഉണ്ടായിട്ടുള്ളത് റൈറ്റ് സൈഡിൽ തലകുത്തനെയല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഇമേജ് എന്താ, ഈ പ്രതിബിംബം റിയൽ ആൻഡ് ഇൻവേർട്ടഡ് ആണ്, തലകുത്തനെയാണ്, യഥാർത്ഥമാണ്. ഇനി രണ്ടാമത്തത്, ഈ ഇമേജ് ഉണ്ടായിട്ടുള്ള പൊസിഷൻ എവിടെയാണ്, അത് എഴുതാം. ഫസ്റ്റ് അതാണ് എഴുതേണ്ടത്, കുഴപ്പമില്ല. ഇമേജ് എവിടെ ഉണ്ടായാലും ഇമേജ് അറ്റ് 2F അല്ലേ, വസ്തു 2Fലാണ്. ഇമേജും എവിടെയാ, പ്രതിബിംബം എവിടെയാ, 2Fലാണ്. അപ്പം മലയാളം പറയാം റിയൽ ആൻഡ് ഇൻവേർട്ടഡ്, യഥാർത്ഥമാണ്, തലകീഴായതാണ് അല്ലേ. ഇനി അതിൻ്റെ പൊസിഷൻ എന്ന് പറയുന്നത് അറ്റ് 2Fലാണ്. ഇനി വേറൊരു പ്രത്യേകത കൂടി ഉണ്ടല്ലോ, സൈസ് പറയുകയാണെങ്കിൽ സെയിം സൈസാണ്, ഒരേ വലിപ്പമാണ്. ബുദ്ധിമുട്ടുണ്ടോ? പക്ഷെ അപ്പോൾ ഈ 3 പോയിന്റുകൾ കൂടി ഇതിൻ്റെ കൂടെ ആഡ് ചെയ്താൽ മാത്രമേ നമുക്ക് ആ ഒരു ചോദ്യത്തിന് ഫുൾ മാർക്ക് കിട്ടുകയുള്ളൂ. കുഴപ്പമുണ്ടോ മക്കളെ? മലയാളം എഴുതിയിട്ടില്ലെങ്കിലും ഫോളോ ചെയ്യാൻ പറ്റുന്നില്ലേ ഉള്ളൂ. അപ്പോൾ ആർക്കെങ്കിലും ഇതിൽ ബുദ്ധിമുട്ടുണ്ടോ? ചിത്രം കൃത്യമായി വരയ്ക്കണം, അതിൻ്റെ പ്രത്യേകതകൾ കൂടി എഴുതണം. ഇനി മക്കളെ ചോദ്യം എന്താ? Calculate the magnification by measuring the height of the image. ഓക്കെ, അത് പറയുന്നത് ഇമേജിൻ്റെ ഹൈറ്റ് വെച്ചിട്ട് എന്ത് ചെയ്യുക, മാഗ്നിഫിക്കേഷൻ കണ്ടെത്താം. ഒരു പ്രശ്നമല്ല മക്കളെ, കണ്ടെത്താം. ഇവിടെ ചോദ്യത്തിൽ ഒബ്ജക്റ്റിൻ്റെ ഹൈറ്റ് പറയുന്നുണ്ടല്ലോ, 2 സെൻറ്റിമീറ്റർ ആണ് വസ്തുവിൻ്റെ ഉയരം അല്ല മക്കളെ. നോക്ക്, വസ്തുവിൻ്റെ ഉയരം എത്രയാണ്? സോറി, മലയാളത്തിലൂടെ പോയി. മലയാളം 2 സെൻറ്റിമീറ്റർ ഉയരമുള്ള വസ്തുവല്ലേ, ഹൈറ്റ് ഓഫ് ദ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് 2 സെൻറ്റിമീറ്റർ അല്ലേ. അപ്പം എങ്ങനെയാണ് നമുക്ക് മാഗ്നിഫിക്കേഷൻ കണ്ടെത്തുക? സിമ്പിൾ അല്ലേ. നോക്ക്, ഇത് 2 സെൻറ്റിമീറ്റർ ആണ് എങ്കിൽ ഇതും 2 സെൻറ്റിമീറ്റർ തന്നെ ആയിരിക്കൂലേ? സംശയമുണ്ടോ? ആർക്കെങ്കിലും സംശയമുണ്ടോ മക്കളെ? ഇവിടെ ഒന്ന് ശ്രദ്ധിക്കുക. നമുക്ക് എഴുതാം, HO എത്രയാണ്? മുകളിലേക്കല്ലേ, 2 സെൻറ്റിമീറ്റർ ആണ് അല്ലേ. HI ഇത് പ്ലസ് ആണ് കേട്ടോ, പ്ലസ്. HI എത്രയാ? താഴേക്കാണ്. 2Fൽ ഒബ്ജക്റ്റ് വെച്ച് കഴിഞ്ഞാൽ ഇമാജിൻ 2Fൽ ഉണ്ടാവും. ഒബ്ജക്റ്റിന്റെ ഹൈറ്റും ഇമാജിന്റെ ഹൈറ്റും സെയിം ആയിരിക്കും അല്ലേ. അതുകൊണ്ട് തന്നെ താഴേക്കാണ് ഇമേജ് വന്നത് അല്ലേ. ഇമേജ് താഴേക്കല്ലേ വന്നേ. ഇമേജ് താഴേക്ക് വന്നത് കൊണ്ട് തന്നെ അത് നെഗറ്റീവ് അല്ലേ മക്കളെ വരിക. അതുകൊണ്ട് നെഗറ്റീവ് 2 സെൻറ്റിമീറ്റർ. ബുദ്ധിമുട്ടുണ്ടോ? സംശയത്തിൻ്റെ ആവശ്യമുണ്ടോ? അപ്പം അങ്ങനെയാണെങ്കിൽ മാഗ്നിഫിക്കേഷൻ എന്താ വരിക? M= ആവർത്തനം HI ഡിവൈഡഡ് ബൈ HO. അപ്പം അങ്ങനെയാണെങ്കിൽ M = എന്താ മക്കളെ വരിക? -2. HI എത്രയാണ്? -2 അല്ലേ, ഡിവൈഡഡ് ബൈ HO എത്രയാണ്? +2 അല്ലേ വരിക. അതുകൊണ്ട് -2/2 എത്ര വരിക? -1. പ്രശ്നമുണ്ടോ? വളരെ സിമ്പിൾ. നമ്മൾ മനസ്സിലാക്കി ചെയ്ത് കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ടുള്ള ഒരു ചോദ്യവും വളരെ സിമ്പിളായിട്ടുള്ള ഒരു ഉത്തരവുമാണ്. ഓക്കെ, അപ്പോൾ ഇത് കൃത്യമായിട്ട് പഠിക്കുക, കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഇനി എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞതുപോലെ ചോദിക്കുക. ഇനി മക്കളെ സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കുക. കോൺകേവ് ലെൻസ് തന്നെയാണ്, കോൺകേവ് ലെൻസ് തന്നെയാണ്. ഹാസ് എ ഫോക്കൽ ലെങ്ത്, സോറി ലെൻസ് കോൺവെക്സ് അല്ലേ, ഇവിടെ ലെൻസ് കോൺകേവ് ആണ് കേട്ടോ. കോൺകേവ് കോൺവെക്സ് ആയത് ഇവിടെ കോൺകേവ് ആണ്. ഫോക്കൽ ലെങ്ത്
20 സെൻറ്റിമീറ്റർ ആണ്. ഫോക്കസ് ദൂരം 20 സെൻറ്റിമീറ്റർ ആണ്. ആൻഡ് ഒബ്ജക്റ്റ് ഓഫ് ഹൈറ്റ് 2 സെൻറ്റിമീറ്റർ, 2 സെൻറ്റിമീറ്റർ ഉയരമുള്ള ഒബ്ജക്റ്റ് എന്ത് ചെയ്തു 30 സെൻറ്റിമീറ്റർ പ്ലേസ്ഡ് അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് 30 സെൻറ്റിമീറ്റർ, 30 സെൻറ്റിമീറ്റർ അകലെ ലെൻസിൽ നിന്നും 30 സെൻറ്റിമീറ്റർ അകലെ വെച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ അത് നമ്മളിത് വായിക്കുമ്പോൾ നമ്മുടെ തലച്ചോറിന് വരണം എന്താണ് ഈ പറയുന്നത്. മലയാളം കൂടി വായിക്കാം. ഒരു കോൺകേവ് ലെൻസിൻ്റെ ഫോക്കസ് ദൂരം 20 സെൻറ്റിമീറ്റർ ആണ്. അതിൻ്റെ പ്രകാശീയ അക്ഷത്തിൽ നിന്നും 2 സെൻറ്റിമീറ്റർ ഉയരമുള്ള ഒരു വസ്തു ലെൻസിൽ നിന്നും 30 സെൻറ്റിമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്നു. അപ്പോൾ ഇവര് ചോദിക്കുന്ന കാര്യം ശ്രദ്ധിക്കുക. ലെൻസിൽ നിന്നും പ്രതിബിംബത്തിലേക്കുള്ള ദൂരം കണക്കാക്കുക. അപ്പോൾ മക്കളെ ആദ്യം നമ്മൾ ഒരു ചോദ്യം കിട്ടിക്കഴിഞ്ഞാൽ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് എന്താ, ഗിവൺ ഡാറ്റയാണ്, തന്നിരിക്കുന്ന വിവരങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതല്ലേ. അപ്പോൾ മക്കളെ ആദ്യം ലെൻസ് ഏതാ, നമ്മൾ ആദ്യം ലെൻസ് ഏതാന്ന് എഴുതണം കേട്ടോ. ലെൻസ് ഏതാ മക്കൾ, ലെൻസ് എന്ന് പറയുന്നത് ഏതാ, കോൺകേവ് ആണ്. അപ്പോൾ ആദ്യം അത് എഴുതുക, ലെൻസ് കോൺകേവ് ആണ്. ഇനി അവിടെ തന്നിരുന്ന ഡാറ്റ എന്തൊക്കെയാണ്, അവിടെ എഫ് തന്നിട്ടുണ്ട്. കോൺകേവ് ലെൻസ് ആയതുകൊണ്ട് തന്നെ കോൺകേവ് ലെൻസിൻ്റെ ഫോക്കൽ ലെങ്ത് അഥവാ ഫോക്കസ് ദൂരം എത്ര വരിക, അത് 20 സെൻറ്റിമീറ്റർ ആണ്. അത് നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ വരിക, കോൺകേവ് ലെൻസിൻ്റെ ഫോക്കസ് ദൂരം നെഗറ്റീവ് അല്ലേ വരിക മക്കളെ. അപ്പം നെഗറ്റീവ് 20 സെൻറ്റിമീറ്റർ. ഇനി അടുത്തെന്താ പറയുന്നത്, അടുത്തെന്താ പറയുന്നത് നോക്ക് മക്കളെ, ശ്രദ്ധിക്കൂ. അടുത്തവർ പറയുന്നത് ഒബ്ജക്റ്റിൻ്റെ ഹൈറ്റ് പറയുന്നുണ്ട്. ഹൈറ്റ് ഓഫ് ദ ഒബ്ജക്റ്റ് മക്കളെ, ഒബ്ജക്റ്റിൻ്റെ ഹൈറ്റിൽ മാറ്റം ഉണ്ടാവുമോ? ഒബ്ജക്റ്റിൻ്റെ ഹൈറ്റ് എപ്പോഴും എന്തേ വരുള്ളൂ, പോസിറ്റീവേ വരുള്ളൂ. HO എന്നത് എത്രയാണ്, പോസിറ്റീവ് 2 സെൻറ്റിമീറ്റർ. പ്രശ്നമുണ്ടോ? കാരണം അത് സിമ്പിളാണ്. ഒബ്ജക്റ്റ് എപ്പോഴും മുകളിലേക്കല്ലേ നിൽക്കുള്ളൂ, അപ്പം അത് എപ്പോഴും പോസിറ്റീവാണ് വരിക. ഇനി അടുത്ത വേറെ എന്തൊരു കാര്യം കൂടി പറയുന്നുണ്ടല്ലോ. വേറെ എന്തൊരു പറയുന്നത് എന്താ, നോക്കൂ. ഒബ്ജക്റ്റ് വെച്ചിട്ടുള്ള എത്ര സെൻറ്റിമീറ്റർ അകലെയാണ്, 30 സെൻറ്റിമീറ്റർ അകലെയാണ്. അപ്പോൾ ഒബ്ജക്റ്റ് എപ്പോഴും മക്കളെ വേണമെങ്കിൽ മുകളിലെ ഫിഗർ കാണിച്ചാൽ നോക്കൂ. ഒബ്ജക്റ്റ് എപ്പോഴും ലെഫ്റ്റ് സൈഡിലല്ലേ വെക്കാൻ പറ്റുള്ളൂ. നോക്ക്, ഇവിടെ ഒബ്ജക്റ്റ് അവിടെ എവിടെയാണ്, ലെഫ്റ്റ് സൈഡിലല്ലേ. ഒബ്ജക്റ്റ് എപ്പോഴും നമുക്ക് എവിടെ വെക്കാൻ പറ്റുള്ളൂ, ലെഫ്റ്റ് സൈഡിലേ വെക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഒബ്ജക്റ്റിലേക്കുള്ള ദൂരം എപ്പോഴും എന്താ മക്കളെ, നെഗറ്റീവ് ആണ് വരിക. അപ്പം ഒബ്ജക്റ്റിലേക്കുള്ള ദൂരത്തെ യു എന്ന ലെറ്റർ കൊണ്ട് റെപ്രസെന്റ് ചെയ്യുക. അപ്പോൾ യു ഈക്വൽ ടു നെഗറ്റീവ് 30 സെൻറ്റിമീറ്റർ. ഇതാണ് ഗിവൻ ഡാറ്റ. തന്നിരിക്കുന്ന വിവരങ്ങൾ ഇതൊക്കെയാണെന്ന്. കോൺകേവ് ലെൻസ് ആണ്, ഫോക്കസ് ദൂരം കോൺകേവ് ലെൻസ് ആയതുകൊണ്ട് -20 സെൻറ്റിമീറ്റർ ആണ് വരിക. ഹൈറ്റ് ഓഫ് ദ ഒബ്ജക്റ്റ് മുകളിലേക്ക് ആയതുകൊണ്ട് +2 സെൻറ്റിമീറ്റർ ആണ് വരിക. ഒബ്ജക്റ്റിലേക്കുള്ള ദൂരം, ഒബ്ജക്റ്റ് ലെഫ്റ്റ് സൈഡിലായതുകൊണ്ട് അതിലേക്കുള്ള ദൂരം -30 സെൻറ്റിമീറ്റർ ആണ് വരിക. ഇതിൽ ആർക്കെങ്കിലും സംശയം ഉണ്ടോ? ഇനി മക്കളെ ചോദ്യം, സബ് ക്വസ്റ്റ്യൻ എ എന്താ, കാൽക്കുലേറ്റ് ദ ഡിസ്റ്റൻസ് ഫ്രം ലെൻസ് ടു ദ ഇമേജ്. അതായത് ലെൻസിൽ നിന്നും ഇമേജിലേക്കുള്ള പ്രതിബിംബത്തിലേക്കുള്ള ദൂരം കണ്ടെത്തണം. യെസ്, അതെങ്ങനെ കണ്ടെത്തും? സുഖാണ്, സിമ്പിളാണ്. ശ്രദ്ധിക്കൂ മക്കളെ. അതായത് നമുക്കിവിടെ കണ്ടെത്തേണ്ടത് വി ആണ് കണ്ടുപിടിക്കേണ്ടത്. എന്താ കണ്ടുപിടിക്കേണ്ടത്? വി ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. എന്താണ് നമ്മൾ എഫിന്റെ 2 ഇക്വേഷൻ പഠിച്ചു, മാഗ്നിഫിക്കേഷൻ്റെ ആവർത്തനത്തിന് 2 ഇക്വേഷൻ പഠിച്ചു നമ്മൾ. അങ്ങനെയാണെങ്കിൽ വീൻ്റെ ഇക്വേഷൻ ഉണ്ടാവൂലേ മക്കളെ? വീൻ്റെ ഇക്വേഷൻ എഴുതാൻ പോകാൻ കേട്ടോ, ശ്രദ്ധിച്ചോ. വീൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് UF ഡിവൈഡഡ് ബൈ U പ്ലസ് എഫ്. ഇതിങ്ങനെ ഒരു കോളത്തിലേക്ക് ആക്കി വെക്കുക. ഇങ്ങനെയാണ് ഒരു ബോക്സിലേക്ക് ആക്കി ഇത് വെക്കണം കേട്ടോ. UF ഡിവൈഡ് ബൈ U പ്ലസ് എഫ്. ബുദ്ധിമുട്ടുണ്ടോ? UF ഡിവൈഡ് ബൈ U പ്ലസ് എഫ്. വിന്റെ ഇക്വേഷൻ ആണ്, പഠിച്ചിട്ടില്ലാത്ത ഇക്വേഷൻ ആണ്, പഠിക്കണം. എക്സാമിന് വി കണ്ടുപിടിക്കാൻ വരും. ഓക്കെ, അപ്പൊ നമ്മുടെ കയ്യിൽ U ഉണ്ട്. നമ്മുടെ കയ്യിൽ മക്കളെ, നമ്മുടെ കയ്യിൽ U എഫ് ഒക്കെ അല്ലേ, കണ്ടുപിടിച്ചൂടെ? അപ്പൊ നോക്കുക മക്കളെ, ശ്രദ്ധിക്കൂ നോക്കൂ. V ഈസ് ഈക്വൽ ടു U എത്രയാണ് മക്കളെ? ശ്രദ്ധിക്കുക, U എത്രയാണ്? U എന്നുള്ളത് -30 ആണ് അല്ലേ? U എന്നുള്ളത് -30. F എത്ര മക്കളെ? F -20.
മൈനസ് മൈനസ് 20 അല്ലേ, കോൺകേവ് ലെൻസ് ആയതുകൊണ്ട് -20 ആണ് വരിക അല്ലേ. ഇനി യു പ്ലസ് എഫ് ഇറങ്ങി കഴിഞ്ഞാൽ -30 പ്ലസ് -20 അങ്ങനെയല്ലേ മക്കളെ വരിക, അങ്ങനെയല്ലേ വരിക. സംശയം ഉണ്ടോ ആർക്കെങ്കിലും സംശയം ഉണ്ടോ? ഓക്കെ, ഇനി ശ്രദ്ധിക്കുക, അത് കണക്ക് ചെയ്യാറിയണം. ഇനി വി ഈസ് ഈക്വൽ ടു അല്ലേ, -30 × -20, രണ്ട് നെഗറ്റീവ് നമ്പേഴ്സ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ പോസിറ്റീവ് പ്ലസ് വരും, പ്ലസ് ഇടാം നമുക്ക് അല്ലേ. ഇനി -30 × -20 എന്താ വരിക, 3 × 2 എന്താ വരിക, 6, പിന്നെ 2 0 അല്ലേ. അപ്പം +600 അല്ലേ വരിക, 600 അല്ലേ വരിക, +600 ആണ് വരിക. ഇനി -30 പ്ലസ് -20, ഈ പ്ലസിന് ഇവിടെ പ്രത്യേകിച്ച് ജോലിയില്ല. പ്ലസ് അങ്ങനെ പ്രത്യേകിച്ച് നമ്മളൊരു ഫംഗ്ഷൻ കൊടുക്കേണ്ട, മാത്സ് അറിയുന്നവരായിരിക്കാം, അതുകൊണ്ട് പ്ലസിൻ്റെ ആവശ്യമില്ല. തൽക്കാലം നമുക്ക് എന്ത് കൊടുത്താൽ മതി, -30 -20. അപ്പം എന്താ വരിക, എന്താ മക്കളെ വരിക, ശ്രദ്ധിക്കൂ. അപ്പം എന്താ വരിക മക്കളെ, നോക്കൂ. വി ഈസ് ഈക്വൽ ടു 600 ഡിവൈഡഡ് ബൈ -50 ഇതാണ് വരിക, -50. കുഴപ്പമുണ്ടോ, -50. ഈ സീറോയും കട്ട് ചെയ്ത് കളയുക. അപ്പോൾ ഈ സീറോ ബാക്കി എന്താ വരിക, 60 ബൈ -5. അതിൻ്റെ ആൻസർ വരിക -12 സെന്റിമീറ്റർ എന്നതാണ്. കുഴപ്പമുണ്ടോ, -12 സെന്റിമീറ്റർ ആണ് വിയുടെ ആൻസർ കിട്ടുക. ഒരു പ്രശ്നത്തിന്റെ ആവശ്യമില്ല, സിമ്പിൾ ആയിട്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പൊ കണക്ക് ചെയ്യാൻ അറിയണം, മാത്സ് അറിയണം, സിമ്പിൾ മാത്സ് ആണ്. അപ്പൊ മക്കളെ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ഇമേജ് ഉണ്ടാവുക റൈറ്റ് സൈഡിലാണോ ലെഫ്റ്റ് സൈഡിലാണോ? മൈനസ് വരികയാണെങ്കിൽ ഇടതുഭാഗത്തേക്ക് മെഷർ ചെയ്യുന്നതല്ലേ നെഗറ്റീവ്, വലതുഭാഗത്ത് മെഷർ ചെയ്യുന്നില്ലേ പോസിറ്റീവ്. അപ്പം മൈനസ് വന്നു എന്നുള്ളത് കൊണ്ട് എന്തായിരിക്കും, ഈ ഇമേജ് ഉണ്ടാവുക ലെഫ്റ്റ് സൈഡിൽ ആയിരിക്കും. ബുദ്ധിമുട്ടുണ്ടോ? ഇപ്പൊ കോൺകേവ് നമ്മൾ പറയണം, കോൺകേവ് ലെൻസിന്റെ മുമ്പിൽ എവിടെ കൊണ്ടുപോയി ഒബ്ജക്റ്റ് വെച്ച് കഴിഞ്ഞാലും ഇമേജ് എവിടെ ഉണ്ടാവുക, ലെഫ്റ്റ് സൈഡിലാണ് ഉണ്ടാവുക. നമ്മൾ പറഞ്ഞല്ലേ, ലെഫ്റ്റ് സൈഡിലാണ് ഇമേജ് ഉണ്ടാവുക. ആ ഇമേജിന്റെ പ്രത്യേകത എന്തായിരിക്കും, ചെറുതായിരിക്കും അല്ലെ, ഡിമിനിഷ്ഡ് ആയിരിക്കും, ഇറക്റ്റ് ആയിരിക്കും, വിർച്വൽ ആയിരിക്കും, ചെറുതായിരിക്കും, മിഥ്യയായിരിക്കും എന്ന് പറഞ്ഞതായിരിക്കും അല്ലെ. ആ പ്രത്യേകത നമ്മൾ എന്ത് ചെയ്യരുത്, മറക്കരുത്. അപ്പൊ A ക്വസ്റ്റ്യൻ ചെയ്തു. ഇനി ബി ക്വസ്റ്റ്യൻ നോക്ക്. ഈ അവസരത്തിൽ ആവർത്തനം എത്രയായിരിക്കും? പ്രതിബിംബത്തിന്റെ പ്രത്യേകതകൾ എന്തെല്ലാം? അപ്പൊ നോക്ക് മക്കളെ, ആവർത്തനം കണ്ടുപിടിക്കണം, മാഗ്നിഫിക്കേഷൻ നമ്മൾ എന്ത് ചെയ്യണം, കണ്ടുപിടിക്കണം. ഹൗ മച്ച് വിൽ ദ മാഗ്നിഫിക്കേഷൻ ബി, വാട്ട് ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദ ഇമേജ്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം മാഗ്നിഫിക്കേഷൻ കണ്ടുപിടിക്കാം അല്ലേ. അപ്പോൾ മാഗ്നിഫിക്കേഷൻ കണ്ടുപിടിക്കാൻ രണ്ട് ഇക്വേഷൻസ് ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ, ഒന്ന് HI ഡിവൈഡ് ബൈ HO അല്ലേ. അപ്പോൾ ആ ഇക്വേഷൻ വെച്ച് നമുക്ക് മാഗ്നിഫിക്കേഷൻ കാണാൻ കഴിയും, കാരണം HI നമ്മുടെ കയ്യിലില്ല. അപ്പോൾ നമുക്ക് വേറെ ഇക്വേഷൻ ഉണ്ടല്ലോ, HI ഡിവൈഡ് ബൈ HO എന്ന ഇക്വേഷൻ തന്നെ വേണമെന്നുണ്ടോ? ഇല്ല, നമുക്ക് വേറെ ഇക്വേഷൻ കൂടി ഉണ്ട്. എന്താ ഇക്വേഷന്റെ പേര്, ഏതാണ് ഇക്വേഷൻ പേരല്ല, ഏതാണ് ഇക്വേഷൻ, ലെൻസ് ഇക്വേഷൻ ആണ് ഇക്വേഷൻ പേര്. പക്ഷേ ഈ ഇക്വേഷൻ അതല്ല, മാഗ്നിഫിക്കേഷൻ ഇക്വേഷൻ ഒന്ന് HI ഡിവൈഡ് ബൈ HO എന്ന ഇക്വേഷൻ ഉണ്ട്. മറ്റേ വേറെ ഇക്വേഷൻ ഏതാ മക്കളെ, M ഈസ് ഈക്വൽ ടു V/U അല്ലെ, ഈ ഇക്വേഷൻ ഉണ്ട്. അപ്പോൾ ഈ ഇക്വേഷൻ ഉപയോഗിക്കാൻ പറ്റും, കാരണം എന്താണ്, നമുക്ക് എന്തുകൊണ്ട് ഈ ഇക്വേഷൻ ഉപയോഗിക്കാൻ പറ്റുന്നത്, നമ്മളതിൽ HI ഇല്ല, നമ്മുടെ HO നമ്മളെ ചോദ്യത്തിൽ തന്നിട്ടുണ്ടെങ്കിലും നമ്മുടെ കയ്യിൽ HI ഇല്ലാത്തത് കൊണ്ട് തന്നെ ഈ ഇക്വേഷൻ ഉപയോഗിക്കാൻ പറ്റില്ല. ഉപയോഗിക്കാൻ പറ്റിയ ഇക്വേഷൻ ഏതാ, M ഈസ് ഈക്വൽ ടു V/U എന്ന ഇക്വേഷൻ ഉപയോഗിക്കാം. അപ്പോൾ നമുക്ക് ഇക്വേഷൻ ഉപയോഗിച്ച് കണ്ടുപിടിക്കാൻ പറ്റും, നോക്കാം മക്കളെ ശ്രദ്ധിക്കുക. M ഈക്വൽ ടു V എത്രയാ, -12. U എത്രയായിരുന്നു മക്കളെ, യു നോക്കട്ടെ, ഇന്ന് ഞാൻ മറന്നു, യു എത്രയായിരുന്നു, യു എന്ന് പറയുന്നത് 30 അല്ലേ, -30. യെസ് മക്കളെ, -30. അപ്പം 12 ഡിവൈഡ് ബൈ -30. അപ്പം മക്കളെ 12 ഡിവൈഡ് ബൈ -30 നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആൻസർ എന്താ വരുന്ന അറിയാം, 0.4 ആണ് എന്ത് ചെയ്യുക ആൻസർ വരിക.
കുഴപ്പമുണ്ടോ? മാഗ്നിഫിക്കേഷൻ എന്തായിരിക്കും? 0.4 ആയിരിക്കും. പ്രശ്നമുണ്ടോ? എന്ത് 0.4 വരിക? +0.4. കൃത്യമായിട്ട് മനസ്സിലാക്കുക കേട്ടോ. കൃത്യമായിട്ട് ഇനി ഇതിന്റെ കൂട്ടത്തിൽ അവർ ചോദിക്കുന്നത് ഇമേജിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്നാണ്. അപ്പോൾ നമുക്കറിയാം മാഗ്നിഫിക്കേഷൻ ശ്രദ്ധിക്കുക കേട്ടോ. മാഗ്നിഫിക്കേഷൻ പോസിറ്റീവ് ആണെങ്കിൽ മക്കളെ, മാഗ്നിഫിക്കേഷൻ പോസിറ്റീവ് ആണെങ്കിൽ ആ ഇമേജ് എന്തായിരിക്കും? യെസ്, ആ ഇമേജ് ഇറക്റ്റ് അല്ലേ, നിവർന്നതും അതുപോലെ തന്നെ എന്താണ് വിർച്വൽ. എന്താ വിർച്വൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിഥ്യയുമായിരിക്കും. നമ്മൾ പറഞ്ഞതാണ് അല്ലേ, ഓർമ്മ ഉണ്ടൊക്കെ പറഞ്ഞത്. പ്ലസ് ആണെങ്കിൽ മാഗ്നിഫിക്കേഷൻ പ്ലസ് വന്നിട്ടുണ്ടെങ്കിൽ ആ ഇമേജ് എന്തായിരിക്കും? ഇറക്റ്റും വിർച്വലുമായിരിക്കും. ഇനി ഇത് മതിയോ? ഈ പ്രത്യേകത മതിയോ? ഇനി ഇമേജിന്റെ സൈസ് പറയണം. ഞാൻ നേരത്തെ നമ്മൾ പറഞ്ഞതാണ്, ഒന്നിനേക്കാൾ ചെറുതാണെങ്കിൽ 0.4 ഒന്നിനേക്കാൾ ചെറുതല്ലേ? ഒന്നിനേക്കാൾ ചെറുതാണെങ്കിൽ ഇമേജ് എന്തായിരിക്കും? ചെറിയ ഇമേജ് ആയിരിക്കും അല്ലെ. ഒന്നിനേക്കാൾ ചെറുതാണ് ചെറിയ ഇമേജ് അല്ലെ. ഉറപ്പുണ്ടോ? മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ടോ? ഒന്നിനേക്കാളും ചെറുതാണെന്നുണ്ടെങ്കിൽ വാല്യൂ, മാഗ്നിഫിക്കേഷന്റെ വാല്യൂ ഒന്നിനേക്കാളും ചെറുതാണെങ്കിൽ എന്തായിരിക്കും? ഇമേജും ചെറുതായിരിക്കും അല്ലെ. അപ്പൊ നമ്മൾ എഴുതിക്കൂടെ ഇമേജ് എന്താണ്? ഡിമിനിഷ്ഡ് അല്ലേ, ചെറുതാണ് എന്ന് എഴുതിക്കൂടെ. അപ്പൊ ഇതാണെന്ത് ഇമേജിന്റെ പ്രത്യേകതകൾ. ഓക്കെ മക്കളെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ടാവണം. നമുക്ക് ഇതിന്റെ അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് ലെൻസിന്റെ പവർ ഓഫ് എ ലെൻസ് ആണ് അല്ലെ. അതിലേക്ക് കടക്കാം. പക്ഷെ ഇത്രയും കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞ ശേഷം മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ആ ഒരു ടോപ്പിക്കിലേക്ക് കടക്കാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പം ഇക്വേഷൻസ് ഉണ്ട്. ഇക്വേഷൻസ് കൃത്യമായിട്ട് പഠിക്കുക. യു എന്താ, വി എന്താ, എഫ് എന്താ, ആർ എന്താ ഒക്കെ കൃത്യമായിട്ട് പഠിക്കുക. HI HO കൃത്യമായിട്ട് പഠിക്കുക. എല്ലാം കൃത്യമായിട്ട് പഠിക്കുക. ഓക്കെ മക്കളെ, നമ്മൾ തുടക്കം മുതൽ തുടക്കം എന്തായിരുന്നു? കോൺവെക്സ് ലെൻസിന്റെ റേ ഡയഗ്രാം, കോൺകേവ് ലെൻസിന്റെ റേ ഡയഗ്രാം, കോൺവെക്സ് ലെൻസിന്റെയും കോൺകേവ് ലെൻസിന്റെയും ഫോക്കസ് ദൂരങ്ങൾ, ഫോക്കൽ ലെങ്തുകൾ, പിന്നെ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഇക്വേഷൻസ്, ചോദ്യങ്ങൾ, അതിന്റെ കൺസെപ്റ്റുകൾ, എല്ലാം കൺസെപ്റ്റാണ് അല്ലേ. നമുക്ക് കൺസെപ്റ്റ് അറിയാതെ ഒരു കുട്ടിക്ക് ചെയ്യാൻ കഴിയുമോ? ഇല്ല എന്നുള്ളതാണ്. അപ്പം ഓക്കെ, അപ്പൊ എന്തായാലും കൃത്യമായിട്ട് പഠിക്കുക. നമുക്ക് ബാക്കിയുള്ളത് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? നിങ്ങൾക്ക് എന്ത് ചെയ്യാം? കമന്റ് ബോക്സിൽ ചോദിക്കാം. സാറേ എന്നത് മനസ്സിലായിട്ടില്ല, ഇതൊന്നും എങ്ങനെയാണ് ചെയ്യുക? അപ്പം നിങ്ങൾക്ക് എന്ത് ചെയ്യാം? നിങ്ങൾക്ക് വാട്സപ്പിലേക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഡയറക്റ്റ് ആയിട്ട് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാവുന്നതാണ്. ഓക്കെ, എനിവേ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം, ബൈ.